നമ്മുടെ ഇന്നത്തെ മീറ്റിങ്ങിനെ വഹിച്ചുകൊണ്ട് സജി പാസ്റ്റർ മുന്നോട്ട് കടന്ന് പ്രാർത്ഥിക്കാൻ പോവുകയാണ്. അതിനുശേഷം നമ്മൾ പാട്ട് പാടി ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ പോവുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. മഹത്വത്തിനും പുകഴ്ചയ്ക്കും യോഗ്യനായ ദൈവമേ, നന്ദിയോടെ ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു, ഞങ്ങൾ അങ്ങയെ വാഴ്ത്തുന്നു. പ്രഭാത സമയത്ത് കർത്താവേ, പലയിടങ്ങളിൽ ഞാൻ ഒരുമിച്ച് അങ്ങയെ ആരാധിക്കുവാൻ, വിവിധയിടങ്ങളിൽ നിന്ന് ആരാധിക്കുവാനിടയായി തീർന്നു. വീണ്ടും ഞാൻ ഈ കൂടാരത്തിലേക്ക് വരുവാൻ കർത്താവ് ഒരുക്കുന്ന സാഹചര്യത്തിനായി നന്ദിയോടെ ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. ഞങ്ങൾക്ക് മുന്നായിട്ട് തന്നെ അങ്ങയുടെ മഹനീയ സാന്നിധ്യം ഇവിടെ ഉള്ളതിനാൽ നന്ദിയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. തിരുസന്നിധിയിൽ ആഗ്രഹത്തോടെ, താല്പര്യത്തോടെ, വാഞ്ചയോടെ വന്നിരിക്കുന്ന ഒരു വ്യക്തിയെ പോലും അങ്ങ് വെറുതെ വിടാതെ അവർക്ക് ആവശ്യമാകുന്ന ദൂതുകൾ കൊടുത്ത് സ്വർഗ്ഗവരെ അയക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. പുരുഷാരത്തെ കണ്ട് മനസ്സറിഞ്ഞവനാകുന്ന കർത്താവെ, ഇന്ന് ഈ ഉച്ചകഴിഞ്ഞ സമയത്ത് ഇവിടെ ആയിരിക്കുന്ന ഓരോരുത്തരുടെയും ഹൃദയത്തിന്റെ നിലവാരം അവരുടെ വേദനകള് കർത്താവിനെയൊക്കെയും കർത്താവ് അറിയുന്നുവല്ലോ. അവരുടെ ആവശ്യങ്ങൾ അറിഞ്ഞ സ്വർഗം അവരോട് സംസാരിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അങ്ങയുടെ ദാസന്മാരെ വചനം ശുശ്രൂഷിക്കുമ്പോൾ കർത്താവെ, ഓരോരുത്തർക്കും ആവശ്യമാകുന്ന ദൂത് അതിൽ നിന്ന് കൊടുക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥിക്കുന്നു. പ്രവർത്തനങ്ങളെ ഒന്ന് മാനിച്ചാട്ട് ഞാൻ സൃഷ്ടിക്കുന്നവരെയോർത്ത് പ്രാർത്ഥിക്കുന്നതിനെ എല്ലാ പ്രവർത്തനങ്ങളെയും മാനിച്ച് സന്തോഷത്തോടുകൂടെ ഞങ്ങളെ ഇന്ന് രാത്രി ഇവിടെ നയിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. പിതാവെ, പുത്രനെ മഹത്വപ്പെടുത്തുമാറാകണമേ. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം സകലതും ഞങ്ങൾക്ക് വേണ്ടി ജീവൻ ചരമനാഥനായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ. ദൈവത്തിന്റെ പ്രേരണയാൽ ദൈവാത്മാവ് നമ്മെ ഇവിടെ കൂട്ടിക്കൊണ്ടുവന്നിരിക്കുകയാണ്. ഒട്ടും പിടിച്ചു വെക്കാതെ വണ്ണം ദൈവം നമ്മെ പകർന്നിരിക്കുന്ന ദൈവത്തിന്റെ ആത്മാവിന്റെ അത്യന്ത ശക്തി കൊണ്ട് നമുക്ക് പാടി ദൈവത്തെ ആരാധിക്കാം. Now party,
ഹല്ലേലൂയ. ശ്രീ യേശുനാമം അതിശയ നാമം. ഈ നാമത്താലാണ് നാം വീണ്ടെടുക്കപ്പെട്ടത്. ഇത് ഈ നാമത്തിന്റെ ഒരു പ്രത്യേകതയുണ്ട്. നമ്മുടെ രക്ഷ നാം അനുഭവിക്കുന്ന സകലവിധ ഭാരത്തിലും ഹല്ലേലൂയ ഏത് പ്രതിസന്ധിയുടെ കൂടെ കടന്നു പോയാലും ദൈവമേ നീ ഒന്ന് എഴുന്നേൽക്കണമേ എന്ന് വിളിച്ചു പറയുമ്പോൾ ആ നാമമാണ് നമ്മളെ ഓരോ ദിവസവും താങ്ങി നടത്തുന്നത്. ഹല്ലേലൂയ. ആ നാമം ഹല്ലേലൂയ. ആ നാമത്തിന്റെ ശക്തി ഇന്നത്തെ മീറ്റിംഗിൽ രുചിച്ചത്. ഹല്ലേലൂയ. പാട്ടുകാരൻ പാടികാരൻ ഭൂതബാധിതർക്കും നാനാവിധ രോഗികൾക്കും സൗഖ്യം കൊടുക്കുന്ന നാമം, സമാധാനമില്ലാത്തവർക്ക് സമാധാനം കൊടുക്കുന്ന നാമം. ഹല്ലേലൂയ. ഇന്ന് ഹല്ലേലൂയ ആർക്കെങ്കിലും ഇത് സഭായോഗം പോലാണ് വൈകിട്ടത്തെ മീറ്റിംഗ്, മറ്റുള്ള ദിവസത്തെ മീറ്റിങ്ങുകളിൽ വേറെ രീതിയിൽ പ്രാർത്ഥിക്കുന്ന സമയം എടുക്കുക. ആർക്കെങ്കിലും സാക്ഷ്യം പറയുവാൻ, കൊച്ചുങ്ങൾക്ക് സാക്ഷ്യം പറയാൻ സമയം കൊടുക്കുക. ഹല്ലേലൂയ. ഉപവാസത്തിലായിരിക്കുന്നു, എന്തെങ്കിലും പറയാൻ, ദൈവം നടത്തിയ വഴികളെ പറ്റി പറയുവാൻ താല്പര്യം ഉണ്ടെങ്കിൽ പറയാം. സഭായോഗമാണെന്ന് പറഞ്ഞാൽ സാക്ഷ്യമായിട്ടൊന്നും പ്രിപ്പയറായിട്ടില്ല. വന്നെന്നാലും ദൈവം എനിക്ക് ഒരു അവസരം നന്ദിയായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. പാസ്റ്ററോട് നന്ദി അറിയിക്കുന്നു. കഴിഞ്ഞ 3 ദിവസക്കാലം വാസ്തവോട് പ്രാർത്ഥനയോട് ദിവസം ചരിത്രം കർത്താവിന് ശരിയാക്കി വിവിധ വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാനും പ്രത്യേകിച്ച് ഈ കൂട്ടത്തെ ഓർത്ത് പ്രാർത്ഥിക്കാൻ പല പ്രാവശ്യം അവസരം തന്നു. ഇതിലെ ദൈവം വളർത്തും. ഹാലേലൂയ. വിശാലതയിലേക്ക് കൊണ്ടുവരും. ദൈവം ഇതിന്മേൽ ദൃഷ്ടി വെച്ചിരിക്കുന്ന ഞാൻ പ്രാർത്ഥിക്കുന്നു. ഞാൻ കടന്നു വന്ന് ഈ പ്രാർത്ഥനാ സെന്റർ വളരെ വിപുലമായ രീതിയിൽ മുൻപോട്ട് പോകാൻ കർത്താവ് ഇടയാക്കട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. വിവിധ വിഷയങ്ങൾക്ക് വേണ്ടി ദൈവസന്നിധിയിൽ മധ്യസ്ഥ പ്രാർത്ഥിക്കുന്ന വിഷയങ്ങൾക്ക് ദിവസങ്ങളിൽ കർത്താവ് മറുപടി നിർമ്മാണിക്കേണ്ടതിന് ദേശത്ത് വാർത്ത വിശ്വസ്തയാതിരിക്കുക, സമാധാനം അന്വേഷിച്ചിട്ടുള്ള കോവിഡ് വിഷയങ്ങളുടെ വിഷയന്മാരുടെ നിലവിളിക്കുകയും
ആയിരിക്കുമെന്ന് ചെവിയോട് നിലവിളിക്കും കേൾക്കാനായി ഒരു കർത്താവിന്റെ കാത് കോർത്തിരിക്കുന്നതോട്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. വരും നാളുകളിൽ കർത്താവിന് വേണ്ടി അധിക്ഷോഭിപ്പാൻ കർത്താവ് ആഗ്രഹിക്കുന്ന വിധത്തിലെ കർത്താവിന്റെ ഇണങ്ങിയ ആയുധമായി ഈ ലോകത്തിലായി ദൈവം തരുന്ന ആയുസ് കർത്താവിന് വേണ്ടി ഉപയോഗപ്പെടുവാൻ കർത്താവ് കാര്യങ്ങളുമായി ദൈവസന്നിധിയിൽ ഉപയോഗിക്കേണ്ടതിന് അദ്ദേഹം കൂടെ പ്രാർത്ഥനയെ ചോദിച്ചുകൊണ്ട് എന്നെ സാക്ഷി ചുരുക്കുന്നു. ആമേൻ. ബാക്കിയുള്ള ആയുസ് കർത്താവിന് വേണ്ടി ഉപയോഗിക്കുവാൻ എന്നെ സമർപ്പിച്ചുകൊണ്ട് സഹോദരിയുടെ സാക്ഷ്യം എൻ്റെ ആയുസിന്റെ ബാക്കിയുള്ളത് കർത്താവിന്റെ നാമത്തിന്റെ മഹത്വത്തിനായി ഉപയോഗിക്കുക. അത് മതി സഹോദരി. കർത്താവാണ് സഹോദരിയെ ലിഫ്റ്റ് ചെയ്യുന്നത്. ഇനി നമുക്ക് ദൈവജനത്തിലേക്ക് കിടക്കാം. പാസ്റ്റർ ഫിന്നി കർത്താവിന്റെ വചനം നമ്മുടെ മധ്യത്തിൽ സംസാരിക്കാൻ സ്വർഗത്തിലും ഭൂമിക്കും നാഥനായ ദൈവമേ, നമ്മുടെ അഭിഷിക്തൻ ദാസനായ പാസ്റ്റർ ഫിന്നിക്കായി പ്രാർത്ഥിക്കുന്നു. നിരദാസനിൽ കൂടി ഇന്ന് ഞങ്ങൾക്ക് വേണ്ട ദൂത് അരുളി ചെയ്യുവാൻ കർത്താവ് അവരെ കൊണ്ടുവന്നിരിക്കുന്നതായി ഞങ്ങൾ വാഴ്ത്തുന്നു. കർത്താവെ, കേൾക്കുന്ന ജനത്തിന്റെ മധ്യത്തിൽ, കേൾക്കുന്ന ജനത്തിന്റെ ഹൃദയത്തിൽ ദൈവത്തിന്റെ ആത്മാവിന്റെ അത്യന്ത ശക്തി വ്യാപരിക്കുവാൻ പരിശുദ്ധാത്മാവേ നീ നിന്റെ മകനെ കരങ്ങളിൽ വഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന ഘടനമായി സ്തോത്രം യേശുവിൻ നാമത്തിൽ. അമ്മ കർത്താവിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുവാനാകട്ടെ. I just want to thank God for this wonderful opportunity. Also, I thank God for Joy Chan. ഇങ്ങനൊരു അവസരം വീണ്ടും എൻ്റെ ജീവിതത്തിൽ ലഭിച്ചതിനായിട്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കഴിഞ്ഞ നാളിലൊക്കെ കർത്താവ് നമുക്ക് ഓരോരുത്തർക്കും നല്ലവനായിരുന്നു, വിശ്വസ്തനായിരുന്നു. ഓരോ ദിവസവും നമ്മളെ നടത്തുന്ന വിധങ്ങൾക്കായിട്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. അതിനത്തെ അല്പസമയത്തെ ചിന്തയ്ക്കായിട്ട് എഫേസ്യർ ലേഖനം 3-ാം അധ്യായം 16-ാം വാക്യം ഇങ്ങനെ വായിക്കുന്നു. Ephesians, book of Ephesians, chapter 3, verses 16 says, അവൻ തന്റെ മഹത്വത്തിന്റെ ധനത്തിനൊത്തവണ്ണം അവന്റെ ആത്മാവിനാൽ നിങ്ങൾ അകത്തെ മനുഷ്യനെ സംബന്ധിച്ച് ശക്തിയോടെ ബലപ്പെടേണ്ടതിന് ക്രിസ്തു വിശ്വാസത്താൽ I pray that out of his glorious riches he may strengthen you with the power through his spirit in your inner being. അപ്പോസ്തലനായ പൗലോസിന്റെ ഒരു പ്രാർത്ഥനയായിട്ടാണ് നമുക്കിത് കാണുവാൻ സാധിക്കുന്നത്. ഇവിടെ അപ്പോസ്തലനായ പൗലോസ് പ്രാർത്ഥിക്കുന്നത് അകത്തെ മനുഷ്യനെ സംബന്ധിച്ച് ബലപ്പെടണം, ശക്തിപ്പെടണം. ആമേൻ. ഹല്ലേലൂയ. നമുക്കറിയാം ബലവും ശക്തിയും ഒക്കെ നമുക്ക് അകത്തെ മനുഷ്യനിൽ വരുന്നത് ഈ പരിശുദ്ധാത്മാവിലൂടെ മാത്രമാണ്. അതുകൊണ്ടാണ് പൗലോസ് അപ്പോസ്തലൻ ഇവിടെ പ്രാർത്ഥിക്കുന്നത്, ആത്മാവിലൂടെ കർത്താവേ എന്നെ ബലപ്പെടുത്തണമേ, എന്നെ ശക്തീകരിക്കണമേ, നിങ്ങളെ ബലപ്പെടുത്തട്ടെ, ശക്തീകരിക്കട്ടെ. അപ്പോസ്തലന്റെ ശക്തമായ ചില പ്രാർത്ഥനയുടെ ഒരു വാചകമാണ്. നമുക്കറിയാം എഫേസ്യർ ലേഖനം പഠിക്കുമ്പോൾ മെയിനായിട്ട് 2-3 പ്രാർത്ഥനകൾ അപ്പോസ്തലനായ പൗലോസ് അവിടെ പ്രാർത്ഥിക്കുന്നതായിട്ട് കാണുവാൻ സാധിക്കുന്നുണ്ട്. അതിനകത്തെ ഒരു പ്രാർത്ഥനയുടെ തുടക്കത്തിൽ തന്നെയാണ് ആത്മാവിനാൽ അകത്തെ മനുഷ്യനെ ശക്തീകരിക്കണം എന്ന് പറഞ്ഞ് പൗലോസ് അപ്പോസ്തലൻ പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. നമുക്കറിയാം നമ്മുടെ അകത്തെ മനുഷ്യൻ ക്ഷീണിച്ചിരിക്കുകയാണെങ്കിൽ നമ്മളെ കൊണ്ട് പിന്നെ ഒന്നും ചെയ്യുവാൻ കൊള്ളത്തില്ല. പ്രത്യേകിച്ച് ദൈവരാജ്യത്തിൽ നമ്മുടെ അകത്തെ മനുഷ്യൻ ക്ഷീണിച്ചിരിക്കുകയാണെങ്കിൽ ശത്രുവായവൻ അത് മുതലെടുത്ത് ഹല്ലേലൂയ നമ്മുടെ ജീവിതം എങ്ങനെയെങ്കിലും തകർത്തെറിയുവാൻ അവൻ ശ്രമിച്ചുകൊണ്ടിരിക്കും. അതുകൊണ്ടാണ് അതിന്റെ ഇമ്പോർട്ടൻസ് മനസ്സിലാക്കിക്കൊണ്ടാണ് പൗലോസ് അപ്പോസ്തലൻ പറയുന്നത് അകത്തെ മനുഷ്യനെ സംബന്ധിച്ച് ശക്തിപ്പെടണം. ഹല്ലേലൂയ, സ്തോത്രം, ഹല്ലേലൂയ. ദിവസങ്ങൾ അകത്തെ മനുഷ്യനെ സംബന്ധിച്ച് ശക്തിപ്പെടുവാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ. നമുക്ക് ഇതിനോടുള്ള ബന്ധത്തിൽ ഹല്ലേലൂയ നമുക്കറിയാം ഏലിയാവിന്റെ ജീവിതത്തിൽ ഹല്ലേലൂയ എല്ലാവർക്കും നമുക്ക് അറിയാവുന്ന ഒരാളാണ് ഏലിയ പ്രവാചകനെ കുറിച്ച്. ഹല്ലേലൂയ നമ്മളെല്ലാം അനേക പ്രാവശ്യം വായിച്ചിട്ടുള്ളതാണ്, വചനത്തിലൂടെ അനേക തവണ മെസ്സേജുകൾ കേട്ടിട്ടുള്ളതാണ്. എന്നാൽ ഏലിയാവിനെ പറ്റി ഹല്ലേലൂയ സ്തോത്രം ഞാൻ വായിച്ചപ്പോൾ ദൈവം എന്നോട് സംസാരിച്ച ചില കാര്യങ്ങൾ മാത്രം നിങ്ങളെ ബലപ്പെടുത്തുവാൻ വേണ്ടി നിങ്ങളോട് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. 1 രാജാക്കന്മാർ 19-ാം അധ്യായം അതിന്റെ 7-8 വാക്യങ്ങളിൽ ഇങ്ങനെ വായിക്കുന്നു. 1 രാജാക്കന്മാർ 19-7-8. യഹോവയുടെ ദൂതൻ 2-ാം പ്രാവശ്യം വന്ന് അവനെ തട്ടി, എഴുന്നേറ്റ് തിന്നുക, നിനക്ക് ദൂരെ യാത്ര ചെയ്യാനുണ്ടല്ലോ എന്ന് പറഞ്ഞു.
അവൻ എഴുന്നേറ്റ് തിന്നു കുടിച്ചു. ആ ആഹാരത്തിന്റെ ബലം കൊണ്ട് 40 പകലും 40 രാവും ദൈവത്തിന്റെ പർവ്വതമായ ഹോരേബോളം നടന്നു. Amen. Hallelujah. Stotram. The angel of the Lord came back a second time and touched him and said, "Get up and eat, for the journey is too much for you." So he got up and ate and drank. Strengthened by that food, he traveled 40 days and 40 nights until he reached Horeb, the mountain of God. Amen. Hallelujah. നമുക്കെല്ലാം വളരെ പരിചിതമായിട്ടുള്ള 1-2 വാക്യങ്ങളാണ് ഞാൻ ഇവിടെ വായിച്ചത്. ഹല്ലേലൂയ. സ്തോത്രം. ഇവിടെ ഇസബേലിന്റെ ചില വാക്കുകൾ കേട്ടുകൊണ്ട് ഏലിയാവ് വളരെയധികം ക്ഷീണിച്ച് തന്റെ മിനിസ്ട്രി തന്നെ നിർത്തിക്കളയുകയാണ്. കർത്താവേ, ഇത് മതി. ഹല്ലേലൂയ. ഞാൻ എന്റെ പിതാക്കന്മാരെക്കാട്ടിൽ നല്ലവനല്ലല്ലോ എന്ന് പറഞ്ഞ് ഇനി എനിക്ക് മരിച്ചാൽ മതി എന്ന് പറഞ്ഞ് ചൂരച്ചെടിയുടെ കീഴിൽ ഹല്ലേലൂയ കിടന്നുറങ്ങുന്ന ഏലിയാവിന്റെ അടുക്കൽ ഒരു ദൂതൻ വന്ന് തട്ടി ഉണർത്തി ഹല്ലേലൂയ അവനോട് പറയുന്ന ചില കാര്യങ്ങളാണ് 1-2 വാക്യങ്ങൾ നമ്മൾ വായിച്ചത്. ഹല്ലേലൂയ. സ്തോത്രം. ഈ കോണ്ടെക്സ്റ്റിനോടുള്ള ബന്ധത്തിൽ ഹല്ലേലൂയ ഞാൻ ചിന്തിച്ചപ്പോൾ ഹല്ലേലൂയ സ്തോത്രം ഹല്ലേലൂയ നമുക്കറിയാം കഴിഞ്ഞ അധ്യായത്തിൽ 18-ാം അധ്യായത്തിൽ ദൈവം അതിശക്തമായിട്ട് ഈ ഏലിയ പ്രവാചകനെ ഉപയോഗിച്ചതാണ്. ആമേൻ. ഹല്ലേലൂയ. കർമ്മേൽ പർവ്വതത്തിൽ ഹല്ലേലൂയ സ്തോത്രം ദൈവത്തിന്റെ ശക്തി വെളിപ്പെട്ടതാണ്. ദൈവത്തിന്റെ തീ അവിടെ ഇറക്കി കാണിച്ചതാണ്. നമുക്കറിയാം ബാലിന്റെ പ്രവാചകന്മാരും അശേര പ്രതിഷ്ഠകളെ സേവിക്കുന്ന പ്രവാചകന്മാരും എല്ലാം കൂടെ ചേർന്ന് നിന്ന് ഹല്ലേലൂയ അവരുടെ സകല ദൈവത്തെ വിളിച്ചപ്പോഴും ഹല്ലേലൂയ സ്തോത്രം അവർക്ക് ഉത്തരം അരുളാതിരുന്നപ്പോൾ ഹല്ലേലൂയ നമ്മുടെ ദൈവം ഹല്ലേലൂയ ഏലിയാവിന് വേണ്ടി ഉത്തരമരുളിയ ഒരു ദൈവമാണ്. ഹല്ലേലൂയ. എന്നാൽ ഹല്ലേലൂയ സ്തോത്രം 19-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ഹല്ലേലൂയ അവൻ ഹല്ലേലൂയ അവിടെ ക്ഷീണിച്ച് തളർന്ന് ഇരിക്കുന്നതായിട്ട് കാണുവാൻ സാധിക്കുന്നുണ്ട്. ഞാൻ അതിനെപ്പറ്റി ചിന്തിച്ചപ്പോൾ ദൈവം പറഞ്ഞത് ഹല്ലേലൂയ കഴിഞ്ഞ നാളുകളിൽ നമ്മൾ എന്ത് ചെയ്തു എന്നുള്ളതല്ല. ഹല്ലേലൂയ സ്തോത്രം. ഇപ്പോൾ ഹല്ലേലൂയ ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ നമ്മൾ എങ്ങനെ ആയിരിക്കുന്നു. ആമേൻ. ഹല്ലേലൂയ സ്തോത്രം. ഇവിടെ നമുക്ക് കാണുവാൻ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ അവന്റെ ഫോക്കസ് ദൈവത്തിൽ നിന്ന് മാറി അവനിലേക്കായതായിട്ട് കാണുവാൻ സാധിക്കുന്നുണ്ട്. കാരണം 18-ാം അധ്യായത്തിൽ ദൈവമാണ് അവിടെ പ്രവൃത്തി ചെയ്യുന്നത് നല്ല വ്യക്തമായിട്ടുള്ള ബോധ്യമുള്ള ഏലിയ ഇപ്പോൾ പറയാണ് ഞാൻ പേടിച്ചിരിക്കുന്നത്, കർത്താവേ എനിക്ക് മതി. ഹല്ലേലൂയ സ്തോത്രം. ദൈവമക്കളെ ഹല്ലേലൂയ നമ്മുടെ ഫോക്കസ് ദൈവത്തിൽ നിന്ന് മാറി നമ്മളിലേക്ക് വരുമ്പോൾ നമുക്ക് ഡൗട്ട് വരാൻ തുടങ്ങി, നമുക്ക് പേടി വരാൻ തുടങ്ങും. ഹല്ലേലൂയ സ്തോത്രം. ഹല്ലേലൂയ. അത് നമ്മുടെ ജീവിതത്തോടുള്ള ബന്ധത്തിലാണെങ്കിലും നമ്മുടെ കുഞ്ഞുങ്ങളോടുള്ള ബന്ധത്തിലാണെങ്കിലും ഹല്ലേലൂയ നമ്മുടെ മിനിസ്ട്രിയോടുള്ള ബന്ധത്തിലാണെങ്കിലും എന്തുവാണെങ്കിലും ഹല്ലേലൂയ ദൈവം എനിക്ക് വേണ്ടി അത്ഭുതം ചെയ്യും എന്നുള്ള ബോധ്യം അകത്തുണ്ടെങ്കിൽ ഒരു പ്രത്യേക ധൈര്യം ദൈവം നമുക്ക് തരും. എന്നാൽ ഹല്ലേലൂയ ഞാൻ ഇത് ചെയ്യണമല്ലോ, ഞാൻ അങ്ങനെ ചെയ്യണമല്ലോ എന്ന് വിചാരിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ പലപ്പോഴും നമുക്ക് ഭയം വരുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. ഈ നാളുകൾ ഹല്ലേലൂയ നമ്മുടെ ഫോക്കസ് ഹല്ലേലൂയ സ്തോത്രം കർത്താവിലായിരിക്കണം. ആമേൻ. ഹല്ലേലൂയ. നമ്മിൽ തന്നെ ഫോക്കസ് ചെയ്ത് കഴിഞ്ഞാൽ കാരണം നമുക്ക് ഇത് നടക്കത്തില്ല. ഹല്ലേലൂയ സ്തോത്രം. ആമേൻ. ഹല്ലേലൂയ. അപ്പോസ്തലനായ പൗലോസ് വരെ ഹല്ലേലൂയ 2 കൊരിന്ത്യർ 4:16 ഹല്ലേലൂയ ഇങ്ങനെ എഴുതിയിരിക്കുന്നു. ഹല്ലേലൂയ. Therefore we do not lose heart, but though our outer person is decaying, yet our inner person is being renewed day by day. ആമേൻ. ഹല്ലേലൂയ. നമ്മുടെ പുറമേ ഉള്ള മനുഷ്യൻ ക്ഷയിക്കുന്നുവെങ്കിലും ഞങ്ങളുടെ ആഗ്യമേയുള്ള മനുഷ്യൻ ദിവസം തോറും നാൾക്കുന്തോറും ഹല്ലേലൂയ ബലപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ദൈവമക്കളെ ഹല്ലേലൂയ നമ്മുടെ ഐഡന്റിറ്റി നമ്മൾ കർത്താവിൽ ആരാണെന്ന് ക്രിസ്തുവിൽ നമുക്ക് എല്ലാം ഉണ്ട് എന്നുള്ള ബോധ്യം നമുക്കുണ്ടെങ്കിൽ ഹല്ലേലൂയ സാത്താന് ചിന്തകൾ കൊണ്ടും ഹല്ലേലൂയ അവന്റെ ചില ശബ്ദങ്ങൾ കൊണ്ടും നമ്മളെ ഒതുക്കിയിടുവാൻ കഴിയത്തില്ല. ഇവിടെ ഇസബേലിന്റെ ശക്തി എന്ന് പറയുന്നത് നമുക്കറിയാം തീർച്ചയായിട്ടും പിശാചിന്റെ ശക്തിയാണ്. ആമേൻ. ഹല്ലേലൂയ. ചില പേടിപ്പീര് കൊടുത്തുകൊണ്ട് ഹല്ലേലൂയ സ്തോത്രം ചില വാക്കുകൾ പറഞ്ഞുകൊണ്ട് ഹല്ലേലൂയ സ്തോത്രം അവന്റെ ഫോക്കസിനെ തന്നെ മാറ്റിവിടുകയാണ്. ഹല്ലേലൂയ. അകത്തെയുള്ള മനുഷ്യനെ സംബന്ധിച്ച് ഹല്ലേലൂയ ഫോക്കസ്ഡ് ആയിരിക്കേണ്ട ഏലിയാവ് ഹല്ലേലൂയ ഇപ്പോൾ സ്വന്തമായിട്ടുള്ള ഹല്ലേലൂയ കാര്യങ്ങൾ ഓർത്ത് ഭയപ്പെട്ടിരിക്കുകയാണ്. ആമേൻ. ഹല്ലേലൂയ. വേറൊരു കാര്യം ഞാൻ ഈ കോണ്ടെക്സ്റ്റുമായിട്ട് ചിന്തിച്ചപ്പോൾ ഹല്ലേലൂയ സ്തോത്രം ഇവിടെ ഹല്ലേലൂയ ഏലിയാവ് അടുത്ത് പോകേണ്ടത് ഹല്ലേലൂയ സ്തോത്രം ഹോരേബിലേക്കാണ്.
ഹോരേബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവത്തിന്റെ പർവ്വതം എന്നാണ് അറിയപ്പെടുന്നത്. ആമേൻ, ഹല്ലേലൂയ. ദൈവത്തിന്റെ പർവ്വതത്തിലേക്ക് കൊണ്ടുപോകുന്നതിന്റെ കാര്യം ദൈവിക പ്രസൻസ് അനുഭവിക്കുവാൻ മാത്രമല്ല, ഹല്ലേലൂയ, ദൈവം നമ്മളോട് സംസാരിക്കേണ്ട ദൈവിക ശബ്ദം കേൾക്കേണ്ട സ്ഥലമാണ്, ഹല്ലേലൂയ, ഈ ഹോരേബ് എന്ന് പറയുന്നത്. ആമേൻ, ഹല്ലേലൂയ. പലപ്പോഴും, ഹല്ലേലൂയ, സ്തോത്രം, ഹല്ലേലൂയ, പലപ്പോഴും നമ്മളെ അങ്ങോട്ട് വിടാത്ത, ഹല്ലേലൂയ, ദൈവിക ശബ്ദം കേൾപ്പിക്കുവാൻ, ഹല്ലേലൂയ, ദൈവത്തിന്റെ, ഹല്ലേലൂയ, ആ പ്രസൻസിൽ ഇരുത്തുവാൻ, ഹല്ലേലൂയ, പറ്റാതെ പലപ്പോഴും, ഹല്ലേലൂയ, നമ്മുടെ ചില നിരാശകളും വിഷമങ്ങളും ഇട്ട്, ഹല്ലേലൂയ, സ്തോത്രം, ഹല്ലേലൂയ, അതിനെ ഫോക്കസ് ചെയ്തുകൊണ്ട് ദൈവം എന്താണ് നമ്മളെ കുറിച്ച്, നമ്മുടെ ജീവിതത്തെ കുറിച്ചുള്ള പർപ്പസ്, ഹല്ലേലൂയ, അറിയിക്കാതെ പലപ്പോഴും ശത്രു നമ്മളോട് പോരാടും. ആമേൻ, ഹല്ലേലൂയ. എന്നാൽ, ഹല്ലേലൂയ, സ്തോത്രം, ശത്രുവിന്റെ തന്ത്രങ്ങളെ മനസ്സിലാക്കിക്കൊണ്ട്, ഹല്ലേലൂയ, ആ ഹോരേബിൽ നമുക്ക് ചെന്നു കഴിഞ്ഞാൽ ദൈവം നമ്മളെ എന്തിനാണ് ഈ ഭൂമിയിൽ അയച്ചിരിക്കുന്നത് എന്നുള്ള വ്യക്തമായിട്ടുള്ള ബോധ്യം നമ്മുടെ ജീവിതത്തിൽ തരും. ആമേൻ, ഹല്ലേലൂയ. ഇവിടെ നമുക്കറിയാം, ഹല്ലേലൂയ, തുടർമാനമായിട്ട് വായിച്ചാൽ, ഹല്ലേലൂയ, നമുക്ക് മനസ്സിലാവും അവിടെ ചെല്ലുമ്പോൾ, ഹല്ലേലൂയ, ദൈവം ചില ആലോചനകൾ ഏലിയാവിന് പറഞ്ഞു കൊടുക്കുകയാണ്. ചില ശുശ്രൂഷകൾ ഏലിയാവിനെ ഏൽപ്പിക്കുകയാണ്. ചിലരെ അഭിഷേകം ചെയ്യുവാൻ വേണ്ടി. ആമേൻ, ഹല്ലേലൂയ. ചില രാജാക്കന്മാരെ അഭിഷേകം ചെയ്യുവാൻ വേണ്ടി, ചില പ്രവാചകന്മാരെ അഭിഷേകം ചെയ്യുവാൻ വേണ്ടി ഏലിയാവിനെ അവിടെ അതിനുവേണ്ടി അവരെ ഒരുക്കുകയാണ് അവിടെ. എന്നാൽ, ഹല്ലേലൂയ, ഇസബേല് ഇവിടെ പിടിച്ചൊതുക്കിയിടുവാൻ നോക്കുകയാണ്. ആമേൻ, ഹല്ലേലൂയ. ദൈവമക്കളെ, നമ്മളെ കുറിച്ച് ദൈവത്തിന് പദ്ധതികളുണ്ട്. ഹല്ലേലൂയ. ദൈവത്തിന്, ഹല്ലേലൂയ, സ്തോത്രം, ഹല്ലേലൂയ, എല്ലാ മനുഷ്യരെ പറ്റി ഒരു പദ്ധതിയുണ്ട്. ഹല്ലേലൂയ. പലപ്പോഴും നമുക്ക് ആ പദ്ധതിയിലേക്ക് വരാൻ പറ്റാത്തതിന്റെ കാര്യം, ഹല്ലേലൂയ, ഈ ഹോരേബിലേക്ക് നമുക്ക് വരാൻ പറ്റാത്തത് കൊണ്ടാണ്. ആമേൻ, ഹല്ലേലൂയ. ഈ ഹോരേബ് ദൈവത്തിന്റെ പർവ്വതത്തിലുള്ള, ഹല്ലേലൂയ, ഹോരേബിൽ നമുക്കറിയാം മോശയോട് ദൈവം സംസാരിച്ചത് നമുക്ക് കാണുവാൻ സാധിക്കും. അത് പുറപ്പാട് പുസ്തകം 3-ാം അധ്യായത്തിലാണ് കാണുവാൻ സാധിക്കുന്നത്. പുറപ്പാട് 3:1 ഇങ്ങനെ എഴുതിയിരിക്കുന്നു: Now Moses was pasturing the flock of his father-in-law Jethro, the priest of Midian, and he led the flock to the west side of the wilderness and came to Horeb, the mountain of God. Then the angel of the Lord appeared to him in a blazing fire from the midst of a bush. മലയാളത്തിൽ ഒന്ന് വായിക്കാമോ? മോശ മിദ്യാനിലെ പുരോഹിതനും തന്റെ അമ്മായിയപ്പനുമായ യിത്രോവിന്റെ അടുക്കൽ ആടുകളെ മേയിച്ചുകൊണ്ടിരുന്നു. അവൻ ആടുകളെ മരുഭൂമിക്ക് അപ്പുറത്ത് ദൈവത്തിന്റെ പർവ്വതമായ ഹോരേബ് വരെ കൊണ്ടുചെന്നു. അവിടെ യഹോവയുടെ ദൂതൻ ഒരു മുൾപടർപ്പിന്റെ നടുവിൽ നിന്ന് അഗ്നിജ്വാലയിൽ അവന് പ്രത്യക്ഷനായി. അവൻ നോക്കിയാറെ മുൾപടർപ്പ് തീ പിടിച്ച് കത്തുന്നതും മുൾപടർപ്പ് വെന്തു പോകാതിരിക്കുന്നതും കണ്ടു. അത് മതി. ഹല്ലേലൂയ, സ്തോത്രം. ഇവിടെയും, ഹല്ലേലൂയ, സ്തോത്രം, ഈ മോശെ, ഹല്ലേലൂയ, ഈ ദൈവത്തിന്റെ പർവ്വതമായ ഹോരേബിലേക്ക് കർത്താവ് കൊണ്ടുവരികയാണ്. അനേക നാളുകളിലുള്ള ട്രെയിനിങ്, ഹല്ലേലൂയ, കഴിഞ്ഞേച്ച്, ഹല്ലേലൂയ, മോശെ അവിടെ കൊണ്ടുവന്ന് ചില ദൈവിക ശബ്ദം കേൾപ്പിച്ചു അവനെ ശുശ്രൂഷയിലേക്ക് ഇറക്കുവാൻ വേണ്ടി ദൈവം ആഗ്രഹിക്കുന്നു. ആമേൻ, ഹല്ലേലൂയ. ദൈവങ്ങളെ, ഏത് വ്യക്തി ജീവിതങ്ങളെ വചനത്തിൽ എടുത്തു നോക്കിക്കഴിഞ്ഞാലും അവർക്ക് ഒരു ദൈവിക ശബ്ദം കേൾക്കുന്ന ഒരു സ്ഥലമുണ്ടായിരുന്നു. അബ്രഹാമിന് ഒരു മമ്രയുടെ തോപ്പുണ്ടായിരുന്നു. ആമേൻ, ഹല്ലേലൂയ. അതുപോലെ, ഹല്ലേലൂയ, പുതിയ നിയമത്തിലെ, ഹല്ലേലൂയ, ദൈവമക്കളുടെ കാര്യങ്ങൾ എടുത്തു കഴിഞ്ഞാലും വ്യത്യാസമല്ല, ദൈവിക ശബ്ദം കേൾപ്പിക്കുന്ന ഒരു സ്ഥലമുണ്ടായിരുന്നു. ആമേൻ, ഹല്ലേലൂയ. അവിടെയാണ്, ഹല്ലേലൂയ, ദൈവം എന്നെ കുറിച്ച് എന്താണ് ആഗ്രഹിക്കുന്നത് മനസ്സിലാകുന്നത്. അത് ദൈവ സന്നിധിയിൽ നമ്മൾ ഇരിക്കുകയാണെങ്കിൽ, വചനം വായിക്കുകയാണെങ്കിൽ, പ്രാർത്ഥിക്കുകയാണെങ്കിൽ ദൈവം നമ്മളോട് അറിയിക്കുക തന്നെ ചെയ്യും. ആമേൻ, ഹല്ലേലൂയ, സ്തോത്രം. നമുക്ക് മടങ്ങി ഈ വാക്യത്തിലേക്ക് വരാം. ഹല്ലേലൂയ, സ്തോത്രം. നമ്മൾ ആദ്യം വായിച്ച 2 വാക്യങ്ങൾ ഇതാണ്. ഹല്ലേലൂയ. യഹോവയുടെ ദൂതൻ 2-ാം പ്രാവശ്യം വന്ന് അവരെ തട്ടി, എഴുന്നേറ്റ് തിന്നുക, നിനക്ക് ദൂരയാത്ര ചെയ്യുവാനുണ്ടല്ലോ എന്ന് പറഞ്ഞു. ആമേൻ, ഹല്ലേലൂയ, സ്തോത്രം. ഇവിടെ കാണുന്നത്, ഹല്ലേലൂയ, ഒരു ദൈവിക ദൂതനെ ഇവിടെ ഏലിയാവിന് വേണ്ടി ദൈവം അയക്കുക. ആമേൻ, ഹല്ലേലൂയ. തളർന്നിരിക്കുന്ന ഏലിയാവിന് വേണ്ടി ഒരു ദൈവിക ദൂതനെ അയക്കുക. ആമേൻ, ഹല്ലേലൂയ. ദൈവമക്കളെ, നമ്മൾ മാനസികമായിട്ട് തകർന്നിരിക്കുകയാണെങ്കിൽ, നമ്മൾ വിഷമിച്ചിരിക്കുകയാണെങ്കിൽ, നമ്മൾ പ്രയാസപ്പെട്ടിരിക്കുകയാണെങ്കിൽ ദൈവത്തിന് അടങ്ങിയിരിക്കാൻ പറ്റത്തില്ല. ആമേൻ, ഹല്ലേലൂയ.
ദൈവം ദൈവിക ദൂതന്മാരെ നമ്മുടെ ജീവിതത്തിൽ അയക്കുക തന്നെ ചെയ്യും. Yes, Lord. കാരണം നമ്മുടെ സങ്കടങ്ങൾ കണ്ടും നമ്മുടെ വിഷമങ്ങൾ കണ്ടും ദൈവത്തിന് അടങ്ങിയിരിക്കാൻ പറ്റത്തില്ല. കാരണം അവൻ സ്നേഹമുള്ള ഒരു പിതാവാണ്. ആമേൻ, ഹല്ലേലൂയ. തന്റെ കുഞ്ഞുങ്ങളെ സ്നേഹിക്കുന്ന പിതാവാണ്. 99 ആടുകളെ കളഞ്ഞേച്ച് ഹല്ലേലൂയ കളഞ്ഞു പോയ ആടിനെ തേടി പോകുന്ന ഒരു യേശു തമ്പുരാനാണ് നമുക്കുള്ളത്. ആമേൻ, ഹല്ലേലൂയ. ഹൃദയം മുറുങ്ങിയിരിക്കുന്നവർക്ക് യഹോവ സമീപസ്ഥൻ, മനസ്സ് തകർന്നവരെ അവൻ രക്ഷിക്കും. ദൈവമക്കളെ, നമ്മുടെ സങ്കടങ്ങള് കണ്ടുകൊണ്ടിരിക്കാൻ കർത്താവിന് പറ്റത്തില്ല. ഇവിടെ ഹല്ലേലൂയ നമുക്ക് കാണുവാൻ സാധിക്കുന്നത് ഒരു ദൈവിക ദൂതനെ ഈ ഏലിയാവിന് വേണ്ടി, പ്രവാചകന് വേണ്ടി അയക്കുകയാണ്, ദൈവദാസന് വേണ്ടി അയക്കുകയാണ്. ഒരു സമയത്ത് നമ്മുടെ ഒക്കെയും ജീവിതത്തിൽ ദൈവ ദൂതന്മാര്, അത് മനുഷ്യരിലൂടെ ആയിരിക്കാം, ദൈവിക ദൂതന്മാരെ നമുക്ക് വേണ്ടി അയച്ചത് കൊണ്ടല്ലേ നമ്മൾ ഇവിടെ ആയിരിക്കുന്നത്. ആമേൻ. എത്രയോ തവണ ദൈവം നമ്മളെ ഉപയോഗിക്കുന്നുണ്ട് ചില ദൈവിക ദൂതന്മാരായിട്ട് മറ്റുള്ളവരുടെ ജീവിതത്തിൽ അനുഗ്രഹമാകുവാൻ വേണ്ടി. ആമേൻ, ഹല്ലേലൂയ. നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ അവരുടെ മേൽ കൈയൊന്ന് വെച്ച് ഹല്ലേലൂയ അവരെ ഒന്ന് ശക്തീകരിക്കപ്പെടുമ്പോൾ ദൈവമക്കളെ, ദൈവം നമ്മളെ ദൈവിക ദൂതന്മാരായിട്ട് അവരുടെ ജീവിതത്തിൽ അയക്കുകയാണ്. നമ്മളല്ല അവിടെ അത്ഭുതം ചെയ്യുന്നത്, നമ്മളല്ല വലിയ പ്രവർത്തികൾ ചെയ്യുന്നത്, ദൈവമാണ് പ്രവർത്തികൾ ചെയ്യുന്നത്. നമ്മൾ ഹല്ലേലൂയ ദൈവിക ശബ്ദം അവരോടൊന്ന് പറഞ്ഞാൽ മാത്രം മതി. ആമേൻ, ഹല്ലേലൂയ. അതൊരു ദൈവിക ദൂത് പോലെ അവർ ഏറ്റെടുക്കും. അത് മുഖാന്തരം ഹല്ലേലൂയ അനേക ദിവസങ്ങൾ മാത്രമല്ല അനേക വർഷങ്ങൾ ഓടുവാനുള്ള ദൈവിക ശക്തി അതിൽ നിന്ന് പ്രാപിച്ചെടുക്കും. ദൈവമക്കളെ, ഹല്ലേലൂയ, ചില ദൈവിക ദൂതന്മാരുടെ എൻകൗണ്ടർ ചില വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ ജീവിതത്തിൽ വന്നതുകൊണ്ട് ആ ശക്തി കൊണ്ടല്ലേ നമ്മൾ ഇപ്പോഴും ഓടുന്നത്. ആമേൻ, ഹല്ലേലൂയ. ഒരു ദൈവിക ദൂതനെ അയക്കുക. എന്നാൽ ഞാൻ പറയട്ടെ, ഹല്ലേലൂയ, പുതിയ നിയമത്തിൽ ഹല്ലേലൂയ ദൈവിക ദൂതനല്ല, ദൈവം തന്നെ ഇറങ്ങി വന്ന് നമ്മുടെ ഉള്ളിൽ വസിക്കുകയാണ്. ആമേൻ, ഹല്ലേലൂയ. പരിശുദ്ധാത്മാവിനെ നമുക്ക് വേണ്ടി കർത്താവ് അയച്ചിരിക്കുകയാണ്. ആമേൻ, ഹല്ലേലൂയ, സ്തോത്രം. റോമാലേഖനം 8-ാം അധ്യായം അതിന്റെ 11-ാം വാക്യം വായിക്കുമ്പോൾ നമുക്കറിയാം ഹല്ലേലൂയ എന്താണ് നമ്മുടെ ഉള്ളിൽ ഇരിക്കുന്നത് എന്നുള്ളത് ഹല്ലേലൂയ അതിനകത്ത് എഴുതി വെച്ചിട്ടുണ്ട്. യേശുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചവന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നുവെങ്കിൽ ക്രിസ്തുയേശുവിനെ മരണത്തിൽ നിന്ന് ഉയർപ്പിച്ചവൻ നിങ്ങളിൽ വസിക്കുന്ന തന്റെ ആത്മാവിനെ കൊണ്ട് നിങ്ങളുടെ മർത്യ ശരീരങ്ങളെയും ജീവിപ്പിക്കും. ആമേൻ, ഹല്ലേലൂയ, സ്തോത്രം. യേശുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ച അതേ ആത്മാവാണ് നമ്മുടെ അകത്തും ഇരിക്കുന്നത്. ഹല്ലേലൂയ, സ്തോത്രം, ഹല്ലേലൂയ. ആമേൻ, ഹല്ലേലൂയ. യോഹന്നാൻ 14:18 ഹല്ലേലൂയ. യോഹന്നാൻ 14:18 ഹല്ലേലൂയ കർത്താവ് ശിഷ്യന്മാരോട് പറയുമ്പോൾ ഹല്ലേലൂയ താൻ ഈ ലോകം വിട്ടു പോകാൻ പോകുമ്പോൾ അവർ വളരെ ഭയപ്പെട്ടിരിക്കുമ്പോൾ അവരോടൊരു വാഗ്ദത്തം കൊടുക്കുന്നുണ്ട്. ഞാൻ നിങ്ങളെ അനാഥരായി വിടുകയില്ല, ഞാൻ നിങ്ങളുടെ അടുക്കൽ വരും. കുറഞ്ഞോന്ന് കഴിഞ്ഞാൽ ലോകം എന്നെ കാണുകയില്ല, നിങ്ങളോ എന്നെ കാണും. ഞാൻ ജീവിക്കുന്നതുകൊണ്ട് നിങ്ങളും ജീവിക്കും. ആമേൻ, ഹല്ലേലൂയ. ദൈവമക്കളെ, പരിശുദ്ധാത്മാവിനെ നമ്മൾ അകത്തേക്ക് അയച്ചിരിക്കുന്നത് നമുക്ക് ജീവൻ നൽകുവാൻ വേണ്ടിയാണ്. കാരണം ഈ ഭൂമിയിൽ മരണകരമായ പല കാര്യങ്ങളെ നമ്മൾ ഫേസ് ചെയ്യണമെന്ന് കർത്താവിന് അറിയാമായിരുന്നു. ഹല്ലേലൂയ. ഒരു പക്ഷെങ്കിൽ ഇവൻ ക്ഷീണിച്ചു പോകും. ഹല്ലേലൂയ. ഈ മരണത്തിന്റെ അവസ്ഥകൾ ഈ ഏലിയാവിനെ പോലെ കർത്താവേ ഞാൻ മരിച്ചാൽ മതി എന്ന് പറയുന്നത് പോലുള്ള പല വിഷമങ്ങളും നമ്മുടെ ജീവിതത്തിൽ വരുമായിരിക്കും. അതുകൊണ്ടാണ് പരിശുദ്ധാത്മാവിനെ നമ്മൾ അകത്തേക്ക് തന്നിരിക്കുന്നത്. ആമേൻ, ഹല്ലേലൂയ. ഇത് ദാസ്യത്തിന്റെ ആത്മാവ് അല്ല. ഹല്ലേലൂയ. ഇത് ഭയപ്പെടുന്ന ആത്മാവല്ല, ഇത് സ്വാതന്ത്ര്യത്തിന്റെ ആത്മാവാണ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. നമ്മളോട് സംസാരിക്കുന്ന ആത്മാവാണ്. ഹല്ലേലൂയ. നമ്മളെ ബലപ്പെടുത്തുന്ന ആത്മാവാണ്. ഹല്ലേലൂയ. ഇതാ ദൂതനെ കാട്ടി വലിയ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ആത്മാവിനെ തന്നെ നമ്മളിൽ തന്നിരിക്കുകയാണ്. പരിശുദ്ധ ആത്മാവിനെ തന്നിരിക്കുകയാണ് നമുക്ക് ജീവൻ നൽകുവാൻ വേണ്ടി. ആമേൻ, ഹല്ലേലൂയ. ആമേൻ. രണ്ടാമത് ഇവിടെ കാണുവാൻ സാധിക്കുന്നത് ഹല്ലേലൂയ ഇവിടെ എഴുതി വെച്ചിരിക്കുകയാണ് യഹോവയുടെ ദൂതൻ 2-ാം പ്രാവശ്യം വന്ന് അവനെ തട്ടി. അപ്പൊ ഒരു പ്രാവശ്യം അതിന് മുന്നേ തട്ടിയായിരുന്നു അല്ലേ? ഹല്ലേലൂയ. ഏലിയാവിനെ തട്ടിയപ്പോൾ ഇവിടെ അപ്പവും വെള്ളവും ഇരിക്കുന്നെന്ന് പറഞ്ഞപ്പോൾ ഏലിയാവ് അത് ഭക്ഷണവും കഴിച്ച് വെള്ളവും കുടിച്ചിട്ട് നല്ലതായിട്ട് കിടന്നുറങ്ങി. ആമേൻ, ഹല്ലേലൂയ. വീണ്ടും വന്ന് ഹല്ലേലൂയ ഈ ഏലിയാവിനെ ദൈവിക ദൂതൻ വന്ന് തട്ടുക. ആമേൻ, ഹല്ലേലൂയ. ദൈവമക്കളെ, നമ്മുടെ ദൈവം എന്ന് പറയുന്നത് ഹല്ലേലൂയ സെക്കൻഡ് ചാൻസസിന്റെ ഒരു ദൈവമാണ്. Our God is a God of second chances.
ഹല്ലേലൂയ. അല്ലെങ്കിൽ നമുക്ക് ഇവിടെ എനിക്കിവിടെ നിൽക്കുവാൻ കഴിയത്തില്ലായിരുന്നു. എത്രയോ തവണ ഹല്ലേലൂയ ദൈവത്തിന്റെ സ്നേഹത്തിൽ നിന്ന് അകന്നു മാറിയിട്ടും പിന്നെയും നമ്മുടെ പുറകെ വന്ന് സ്നേഹിക്കുന്ന ഒരു ദൈവം. ആമേൻ. ഹല്ലേലൂയ. നമ്മുടെ പുറകെ വന്ന് സ്നേഹിക്കുന്ന ഒരു ദൈവമാണ് നമുക്കുള്ളത്. ആമേൻ. ഹല്ലേലൂയ. കയ്യിന്റെ പുറകെ പോകുന്ന ഒരു ദൈവം. ഹല്ലേലൂയ. നീ നന്മ ചെയ്യുന്നു എങ്കിൽ ഹല്ലേലൂയ നിന്നിൽ ഞാൻ പ്രസാദിക്കുകയില്ലയോ? ആമേൻ. ഹല്ലേലൂയ. സ്തോത്രം. നമുക്കറിയാം കയ്യൻ വലിയൊരു പാപമാണ് അവിടെ ചെയ്തത്. എന്നാൽ കയ്യിന്റെ പുറകെ പോകുന്ന ഒരു ദൈവം. ഹല്ലേലൂയ. പത്രോസ് ഹല്ലേലൂയ സ്തോത്രം കർത്താവായ യേശുക്രിസ്തുവിനെ കാണുന്നില്ലെന്ന് കണ്ടപ്പോൾ ഹല്ലേലൂയ എല്ലാം ഹല്ലേലൂയ സ്തോത്രം എല്ലാം ഉപേക്ഷിച്ച് 3.5 വർഷം ഹല്ലേലൂയ കർത്താവിനോട് കൂടെ ശുശ്രൂഷ ചെയ്ത ഹല്ലേലൂയ സ്തോത്രം സ്വർഗരാജ്യത്തിന്റെ ഈ താക്കോൽ ഏൽപ്പിച്ച പത്രോസ് പറയുകയാണ്, ഞാൻ ഇനി തിരിച്ചു പോവുകയാണ്. ഹല്ലേലൂയ. വള്ളവും ഹല്ലേലൂയ വലയുമെല്ലാം പൊടി തട്ടി എടുത്ത് ഹല്ലേലൂയ ഞാൻ വീണ്ടും ഹല്ലേലൂയ പഴയ പണിക്ക് പോവാന്ന് പറഞ്ഞപ്പോഴും കർത്താവ് വിട്ടുകൊടുക്കാൻ തയ്യാറായില്ല. ആമേൻ. ഹല്ലേലൂയ സ്തോത്രം. ദൈവമക്കളെ ഹല്ലേലൂയ സ്തോത്രം. ഹല്ലേലൂയ. ദൈവം നമ്മളെ അങ്ങനെ പെട്ടെന്ന് വിട്ടുകൊടുക്കുകയല്ല സാത്താന്റെ കയ്യിൽ. ആമേൻ. ഹല്ലേലൂയ. ദൈവം പിന്നെയും നമ്മുടെ പുറകെ വന്ന് സംസാരിച്ചുകൊണ്ടിരിക്കും. ഹല്ലേലൂയ സ്തോത്രം. ഹല്ലേലൂയ. നമ്മൾ എത്ര പുറമോട്ട് പോകാൻ ഹല്ലേലൂയ സ്തോത്രം പോയെന്ന് വിചാരിച്ചാൽ പോലും ഹല്ലേലൂയ ദൈവത്തിന് നമുക്ക് വിടാൻ പറ്റത്തില്ല. ഹല്ലേലൂയ. നമുക്കറിയാം മുടിയനായ പുത്രന്റെ കാര്യം. ഹല്ലേലൂയ. കർത്താവിനെ ഉപേക്ഷിച്ച് കളഞ്ഞേച്ച് പോകായിരുന്നു. പക്ഷെങ്കിൽ അവിടെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് എന്നാ ഇവരൊന്ന് തിരിച്ചു വരുന്നതെന്ന്. ആമേൻ. പരിശുദ്ധാത്മാവിനെ നമ്മുടെ അകത്ത് തന്നിരിക്കുന്നത് കോൺസ്റ്റന്റ്ലി നമ്മളോട് എൻകറേജ് ചെയ്യാനും നമ്മളോട് സംസാരിക്കുവാൻ വേണ്ടിയാണ്. ഹല്ലേലൂയ. ഒരു ദൈവ പൈതലിനെ സംബന്ധിച്ചിടത്തോളം ഹല്ലേലൂയ അവരോട് പരിശുദ്ധാത്മാവ് സംസാരിച്ചുകൊണ്ടേയിരിക്കും. ആമേൻ. ഹല്ലേലൂയ. മകനെ അങ്ങനല്ല, ഇങ്ങനെയാണ് വേണ്ടത് എന്നുള്ളത്. അതുകൊണ്ടാണ് ഈ നാളിൽ ആ പരിശുദ്ധാത്മാവിനെ നമ്മൾ ഹല്ലേലൂയ സ്തോത്രം ഹല്ലേലൂയ നമ്മൾ റെക്കഗ്നൈസ് ചെയ്യേണ്ടത്, പരിശുദ്ധാത്മാവിന്റെ ശക്തി പ്രാപിക്കേണ്ടത്. ഹല്ലേലൂയ. ആമേൻ. ഹല്ലേലൂയ സ്തോത്രം. എബ്രായ ലേഖനം 4:16 എബ്രായ ലേഖനം 4:16 എങ്ങനെ എഴുതിയിരിക്കുന്നു? Let us then approach God's throne of grace with confidence so that we may receive mercy and find grace to help us in the time of need. അതുകൊണ്ട് കരുണ ലഭിക്കാനും തത്സമയത്ത് സഹായത്തിനുള്ള കൃപ വാഴ്ത്താനുമായി നാം ധൈര്യത്തോടെ കൃപാസനത്തിന് അടുത്ത് ചെല്ലുക. ആമേൻ. ഹല്ലേലൂയ സ്തോത്രം. ദൈവത്തിന്റെ കൃപയും ദൈവത്തിന്റെ കരുണയും പ്രാപിപ്പാൻ ഹല്ലേലൂയ സ്തോത്രം നമ്മൾ ദൈവ സന്നിധിയിൽ ചെന്നാൽ മതി. ആമേൻ. ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തിൽ കുറവുകൾ വന്നു, നമ്മുടെ ജീവിതത്തിൽ ഭാരങ്ങൾ വന്നു, ഇനി ഇല്ല എന്ന് പറഞ്ഞിരിക്കുവാൻ അല്ല. കാരണം ദൈവം പിന്നെയും വാതിക്കൽ നിന്ന് മുട്ടുക. ആരെങ്കിലും എന്റെ ശബ്ദം കേട്ട് വാതിൽ തുറക്കുന്നുണ്ടോ എന്ന് അറിയാൻ വേണ്ടി. ആമേൻ. ഹല്ലേലൂയ. ദൈവമക്കളെ ശിഷ്യന്മാർക്ക് മാത്രമല്ല യഹൂദന്മാർക്ക് ഹല്ലേലൂയ സ്തോത്രം. ഹല്ലേലൂയ. ദൈവത്തെ സ്നേഹിക്കുന്ന എല്ലാവർക്കും ഹല്ലേലൂയ എത്രയോ ചാൻസുകളാണ് കർത്താവ് കൊടുത്തത് നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. അടുത്തായിട്ട് ഇവിടെ ഒരു കാര്യം കാണുന്നത് ഹല്ലേലൂയ സ്തോത്രം. ഹല്ലേലൂയ. ഇവന് ഹല്ലേലൂയ സ്തോത്രം ദൂതൻ പറഞ്ഞപ്പോൾ അനുസരിക്കുവാൻ തയ്യാറായി എന്നുള്ളതാണ്. ആമേൻ. ഹല്ലേലൂയ സ്തോത്രം. ഇവിടെ പറയുകയാണ് ഹല്ലേലൂയ അവനെ തട്ടി എഴുന്നേറ്റ് തിന്നുക, നിനക്ക് ദൂരയാത്ര ചെയ്യുവാനുണ്ടല്ലോ എന്ന് പറഞ്ഞു. അവൻ എഴുന്നേറ്റ് തിന്ന് കുടിച്ചു. ആമേൻ. ഹല്ലേലൂയ സ്തോത്രം. ദൈവം ഹല്ലേലൂയ നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നത് ഹല്ലേലൂയ ദൈവാത്മാവ് നമ്മളിലൂടെ സംസാരിക്കുമ്പോൾ അല്ലെങ്കിൽ മറ്റൊരു വ്യക്തിയിലൂടെ ആയിരിക്കും ഒരുപക്ഷെ നമ്മളോട് സംസാരിക്കുമ്പോൾ അതിനനുസരിച്ച് നമ്മളെ ഏൽപ്പിച്ചു കൊടുക്കുന്നുണ്ടോ? ഹല്ലേലൂയ. അതിനനുസരിച്ച് നമ്മൾ അനുസരിക്കുന്നുണ്ടോ എന്നാണ് നമ്മളെ നോക്കുന്നത്. അനുസരിക്കുന്നുണ്ടെങ്കിൽ ഹല്ലേലൂയ തീർച്ചയായിട്ടും ഹല്ലേലൂയ ദൈവം എന്തിനാണ് നമ്മളെ ഇവിടെ വിളിച്ചിരിക്കുന്നത് ഹല്ലേലൂയ സ്തോത്രം അതിന്റെ പർപ്പസിലേക്ക് കൊണ്ടുവരിക തന്നെ ചെയ്യും. ആമേൻ. ഹല്ലേലൂയ സ്തോത്രം. ഇവിടെ അവൻ അനുസരിക്കുവാൻ തയ്യാറായി. അതുകൊണ്ട് ഹല്ലേലൂയ സ്തോത്രം അവന്റെ ജീവിതത്തിലെ ദൈവം എന്തിനു വേണ്ടിയാണ് ഈ ഭൂമിയിലേക്ക് ഏലിയാവിനെ അയച്ചത് അതിന്റെ നിവൃത്തിയിലേക്ക് കൊണ്ടുവരുവാൻ ഇടയായി. ദൈവമക്കളെ ഹല്ലേലൂയ സ്തോത്രം നമ്മളെല്ലാം സ്വർഗീയ ദർശനങ്ങളുള്ളവരാണ്. അല്ലെങ്കിൽ ഹല്ലേലൂയ ഈ സന്ധ്യാസമയത്ത് നമുക്ക് ഇവിടെ വന്നിരിക്കുവാൻ കഴിയത്തില്ല. ഹല്ലേലൂയ സ്തോത്രം. ദൈവത്തിന്റെ നിയോഗമുള്ളത് കൊണ്ട് മാത്രമാണ് നമ്മളെല്ലാം ഇവിടെ വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഹല്ലേലൂയ ദൈവം എന്താണ് നമ്മുടെ ജീവിതത്തെ കുറിച്ച് ആഗ്രഹിക്കുന്നതെന്നും ദൈവിക ദർശനം എന്താണ് നമ്മൾ ആഗ്രഹിച്ച് അതിനനുസരിച്ച് മുൻപോട്ട് പോകുവാൻ ആഗ്രഹിക്കുന്നവരുമോ നമ്മൾ. അങ്ങനെ ഉണ്ടെങ്കിൽ ഹല്ലേലൂയ സ്തോത്രം ഹല്ലേലൂയ ഒബീഡിയൻസ് ഹല്ലേലൂയ നമ്മുടെ ജീവിതത്തിൽ നിന്ന് ദൈവം ആഗ്രഹിക്കുന്നു.
Yes. ആമേൻ. ഹല്ലേലൂയ. ദൈവം നമ്മളോട് സംസാരിക്കുമ്പോൾ ഹല്ലേലൂയ നമ്മൾ അത് അനുസരിക്കുവാൻ തയ്യാറാണെങ്കിൽ ഹല്ലേലൂയ ദൈവത്തിന്റെ ഉദ്ദേശം നമ്മുടെ ജീവിതത്തെ കുറിച്ച് ദൈവത്തിന്റെ ഉദ്ദേശം എന്താണോ അതിലേക്ക് നമ്മളെ കൊണ്ടുവരിക തന്നെ ചെയ്യും. Hallelujah. ദൈവിക ഉദ്ദേശത്തെ പറ്റി പറഞ്ഞപ്പോൾ ഹല്ലേലൂയ 18-ാം അധ്യായത്തിൽ 1 രാജാക്കന്മാർ 18-ാം അധ്യായത്തിൽ ഹല്ലേലൂയ സ്തോത്രം ഹല്ലേലൂയ തന്റേതായ ജോലി ചെയ്യുന്ന ഒരാളാണെങ്കിലും ദൈവിക ഉദ്ദേശം നിവർത്തീകരിക്കുന്ന ഒരു വ്യക്തിയെ നമുക്ക് അവിടെ കാണുവാൻ സാധിക്കുന്നുണ്ട്. 1 രാജാക്കന്മാർ 18-ാം അധ്യായം 2-ാം വാക്യം വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് കാണുവാൻ സാധിക്കും. 2 ആഹാബിന് തന്നെ തന്നെത്താൻ കാണിപ്പാൻ പോയി. ക്ഷാമമോ ശമരിയയിൽ കഠിനമായിരുന്നു. ആകയാൽ ആഹാബ് തന്റെ ഗ്രഹവിചാരകനായ ഓബദ്യാവെ ആളയിച്ചു വരുത്തി. ഓബദ്യാവോ യഹോവയെങ്കിൽ മഹാഭക്തനായിരുന്നു. ഇസബേൽ യഹോവയുടെ പ്രവാചകന്മാരെ കൊല്ലുമ്പോൾ ഓബദ്യാവ് 100 പ്രവാചകന്മാരെ കൂട്ടിക്കൊണ്ടു ചെന്ന് ഓരോ ഗുഹയിൽ 50 പേരായി ഒളിപ്പിച്ചു അപ്പവും വെള്ളവും കൊടുത്ത് രക്ഷിച്ചു. ആമേൻ. സ്തോത്രം. ഹല്ലേലൂയ. സ്തോത്രം. ഇസബേൽ ഹല്ലേലൂയ. സ്തോത്രം. കർത്താവിന്റെ യഹോവയുടെ പ്രവാചകന്മാരെ എല്ലാം കൊന്നു മുടിച്ചുകൊണ്ടിരിക്കുന്ന സമയം. എന്നാൽ ഹല്ലേലൂയ ഇവിടെ ഒബദ്യാവെന്ന് പറഞ്ഞ് വീട്ടുകാര്യം നോക്കുന്ന ആഹാബിന്റെ വീട്ടുകാര്യം നോക്കുന്ന ഒരാള്, ആഹാബിന്റെ ഇസബേലിന്റെ വീട്ടുകാര്യം നോക്കുന്ന ഒരാള് ദൈവത്തിന്റെ പർപ്പസ് മനസ്സിലാക്കിക്കൊണ്ട് നിങ്ങളെ ഈ നാളുകളിൽ ഹല്ലേലൂയ ദൈവദാസന്മാരെ ഇല്ലാതാക്കുവാൻ, ദൈവ മക്കളെ ഇല്ലാതാക്കുവാൻ മാക്സിമം ശത്രു തന്റെ പണിയെല്ലാം ചെയ്യുന്നുണ്ട്. അത് ലോകത്ത് മുഴുവൻ അങ്ങനെയാണ്. അത് അമേരിക്കയിൽ മാത്രമല്ല, ഇന്ത്യയിലും അങ്ങനെയാണ്. ആമേൻ. ഹല്ലേലൂയ. ദൈവദാസന്മാർ എഴുന്നേക്കരുത്. ഹല്ലേലൂയ. ആമേൻ. ഹല്ലേലൂയ. ദൈവ മക്കൾ എഴുന്നേക്കരുത്. ഹല്ലേലൂയ. എങ്ങനെയും കൊന്നുമുടിക്കണമെന്ന് ആഗ്രഹിച്ച് നടക്കുമ്പോൾ ഹല്ലേലൂയ ഇവിടെ ഒബദ്യാവെന്ന് പറഞ്ഞ ഹല്ലേലൂയ വീട്ടുകാരെ നോക്കി നടക്കുന്ന ഒരാള് ഹല്ലേലൂയ സ്തോത്രം ഹല്ലേലൂയ അവൻ 100 പേരെ ഹല്ലേലൂയ സ്തോത്രം 100 പ്രവാചകന്മാരെ മാറ്റി ഹല്ലേലൂയ ഒരു ഗുഹയിൽ 50 അടുത്ത ഗുഹയിൽ 50 മാറ്റി പാർപ്പിച്ച ഹല്ലേലൂയ ആഹാരവും വെള്ളവും കൊടുത്തുകൊണ്ടിരിക്കുക. ദൈവങ്ങളെ നമ്മുടെ ജീവിതത്തിൽ ഒരാൾക്കെങ്കിലും ഹല്ലേലൂയ സ്തോത്രം ആഹാരവും വെള്ളവും കൊടുത്ത് മാറ്റി പാർപ്പിക്കുവാൻ നമുക്ക് കഴിയുമെങ്കിൽ അത് തന്നെ ദൈവത്തിന്റെ വലിയ പർപ്പസ് ആണ് നമ്മുടെ ജീവിതത്തെ കുറിച്ച്. അത് ആത്മീകമായിട്ടും ഭൗതികമായിട്ടും. ഹല്ലേലൂയ. ഭൗതികമായിട്ട് ഭാരപ്പെടുന്ന അനേകരുണ്ട് നമുക്കറിയാം. ആത്മീകമായിട്ട് ക്ഷീണിച്ചിരിക്കുന്ന അനേകരുണ്ട് നമുക്കറിയാം. ഒറ്റ ഒരാളെയെങ്കിലും ഹല്ലേലൂയ സ്തോത്രം ഹല്ലേലൂയ ദൈവത്തിന്റെ ആഗ്രഹപ്രകാരം ഹല്ലേലൂയ അപ്പവും വെള്ളവും കൊടുത്ത് ഹല്ലേലൂയ ഒളിപ്പിച്ച് പാർപ്പിച്ച് അവരെ വളർത്തിക്കൊണ്ട് വരുവാൻ ഹല്ലേലൂയ സ്തോത്രം ഹല്ലേലൂയ ദൈവം നമ്മളിൽ ഒരു പ്രേരണ തന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും അങ്ങനെ ചെയ്യണം. ഹല്ലേലൂയ. ഒരുപക്ഷെ അതായിരിക്കും ഹല്ലേലൂയ നമ്മളെ കുറിച്ചുള്ള ദൈവിക ഉദ്ദേശം. ആമേൻ. ഹല്ലേലൂയ. ഇവിടെ ഞാൻ ദൈവിക പർപ്പസിന്റെ കാര്യം പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞതാണ്. ഹല്ലേലൂയ സ്തോത്രം. ഇസബേല് വിടത്തില്ല ഹല്ലേലൂയ ദൈവിക പർപ്പസിന് വേണ്ടി. ഹല്ലേലൂയ. പക്ഷേ നമ്മൾ അനുസരിക്കുവാൻ തയ്യാറാണെങ്കിൽ, ഈ അപ്പവും വെള്ളവും എടുത്ത് കുടിക്കുവാനും കഴിക്കുവാനും തയ്യാറാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ഓടാൻ പറ്റും. ഓടി ഹോരേബോളം എത്തുവാൻ പറ്റുക തന്നെ ചെയ്യും. ആമേൻ. ഹല്ലേലൂയ സ്തോത്രം. ഇവിടെ ഹല്ലേലൂയ നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട് ഒബീഡിയൻസ്. അതിനെപ്പറ്റിയാണ് ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. യെഹെസ്കേൽ പ്രവചനം 3-ാം അധ്യായം 3-ാം വാക്യം. യെഹെസ്കേൽ പ്രവചനം 3:3 ഇങ്ങനെ പറയുന്നു. Then he said to me, son of man, eat this scroll I am giving you and fill your stomach with it. So I ate it and it tasted as sweet as honey in my mouth. മനുഷ്യപുത്ര, ഞാൻ നിനക്ക് തരുന്ന ഈ ചുരുൾ നീ വയറ്റിലാക്കി ഉദരം നിറയ്ക്ക എന്ന് കൽപ്പിച്ചു. അങ്ങനെ ഞാൻ അത് തിന്നു. അത് വായിൽ തേൻ പോലെ മധുരമായിരുന്നു. ആമേൻ. അത് മതി. ഹല്ലേലൂയ. യെഹെസ്കേൽ പ്രവാചകനോട് ദൈവം പറയുകയാണ് ഈ ചുരുൾ നീ ഭക്ഷിക്കണം. ആമേൻ. ഹല്ലേലൂയ. ഇവിടെ ഏലിയാവിനോട് പറഞ്ഞതുപോലെ തന്നെ ഹല്ലേലൂയ ദൈവമക്കളെ ഹല്ലേലൂയ നമുക്കറിയാം ഇത് വചനത്തെ പറ്റിയാണ് പറയുന്നതെന്ന്. ആമേൻ. ഹല്ലേലൂയ. ഈ വചനം നമ്മൾ ഭക്ഷിക്കുവാൻ തയ്യാറാണെങ്കിൽ ഹല്ലേലൂയ ഇത് മധുരമായിട്ട് തീർക്കും ദൈവം. ആമേൻ. ഹല്ലേലൂയ. പ്രവാചകൻ ഹല്ലേലൂയ സ്തോത്രം ഇത് ദൈവം എന്ത് പറഞ്ഞോ അത് അതുപോലെ അങ്ങ് കഴിക്കുകയാണ്, ഭക്ഷിക്കുകയാണ്. ഈ ചുരുൾ അകത്താക്കുക. അവൻ അതുപോലെ തന്നെ അത് ഭക്ഷിച്ചു. ദൈവമക്കളെ ദൈവിക ശബ്ദം നമ്മളെ കേൾപ്പിക്കുന്നത് ഈ ചുരുൾ നമ്മൾ കഴിക്കുവാൻ തയ്യാറാകുമ്പോഴാണ്. ഹല്ലേലൂയ. ദൈവിക ശബ്ദം നമ്മളെ കേൾപ്പിക്കുന്നത്.
ദൈവം എന്താണ് നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. അത് ടേസ്റ്റ് ആവും. ആദ്യം നമുക്ക് ഒരു ടേസ്റ്റ് ആയിട്ട് തോന്നും, പക്ഷെ അകത്തോട്ട് ചെല്ലുമ്പോൾ ഹല്ലേലൂയ അതൊരു പ്രവൃത്തിയായിട്ട്, അതൊരു ആരോഗ്യമായിട്ട് വെളിയിലോട്ട് വരുമ്പോൾ അത് ടേസ്റ്റ് ആയിട്ട് നമ്മുടെ ജീവിതത്തിൽ ഫീൽ ചെയ്യുക തന്നെ ചെയ്യും. അന്നേരം നമുക്കൊരു മടുപ്പ് തോന്നുമായിരിക്കും ഒരു പക്ഷെങ്കിൽ ദൈവം അതിനെ അനുഗ്രഹമാക്കി മാറ്റുക തന്നെ ചെയ്യും. കാരണം ദൈവം ആർക്കും കടക്കാരനല്ല. നമ്മൾ ഒരു മിനിറ്റ് കർത്താവിന് വേണ്ടി മാറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ, ഒരു ദിവസം $1 കർത്താവിന് വേണ്ടി മാറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ ഹല്ലേലൂയ ദൈവം നമ്മളെ അനുഗ്രഹിക്കുക തന്നെ ചെയ്യും. ഹല്ലേലൂയ അത് എല്ലാ രീതിയിലും, ആത്മീകമായിട്ടും ശാരീരികമായിട്ടും ഭൗതികമായിട്ടും എല്ലാ രീതിയിലും മാനസികമായിട്ടും ദൈവം നമ്മളെ അനുഗ്രഹിക്കുക തന്നെ ചെയ്യും. ആമേൻ. ഹല്ലേലൂയ. ദൈവം പറയുന്നത് നമ്മൾ അനുസരിക്കാൻ തയ്യാറാണെങ്കിൽ വലിയ ദൈവിക പ്രവർത്തികൾ നമുക്ക് കാണുവാൻ സാധിക്കും. അവിടെ അടുത്തത് കാണുവാൻ സാധിക്കുന്നത് ആ ആഹാരത്തിന്റെ ബലം കൊണ്ട് 40 പകലും 40 രാവും ദൈവത്തിന്റെ പർവ്വതമായ ഹോരേബോളം. ആമേൻ. ഹല്ലേലൂയ. സ്തോത്രം. ഇവിടെ നമുക്കറിയാം ഹല്ലേലൂയ ഈ അപ്പം ഒരു സാധാരണ അപ്പമല്ല നമുക്കറിയാം. കാരണം 40 പകലും 40 രാവും 40 പകലും ഓടണമെങ്കിൽ ഹല്ലേലൂയ സ്തോത്രം അത് നമുക്കറിയാം. 2 അപ്പം കൊണ്ടോ ഒരു കപ്പ് വെള്ളം കുടിച്ചുകൊണ്ടോ നമുക്ക് ഓടുവാൻ കഴിയത്തില്ല എന്നറിയാം. ഇത് സാക്ഷാൽ കർത്താവ് യേശുക്രിസ്തു എന്ന അപ്പം തന്നെ. ആമേൻ. കർത്താവ് യേശുക്രിസ്തു പറഞ്ഞു, എന്നെ തിന്നുന്നവൻ എൻ മൂലം ജീവിക്കും. ഹല്ലേലൂയ. യോഹന്നാൻ എഴുതിയ സുവിശേഷം 6-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ നമുക്കിവിടെ അവിടെ കാണുവാൻ സാധിക്കുന്നത് ദൈവത്തിന് കർത്താവ് യേശുക്രിസ്തുവിന്റെ വലിയൊരു അത്ഭുത പ്രവൃത്തിയാണ് അവിടെ കാണുവാൻ സാധിക്കുന്നത്. 5 അപ്പം കൊണ്ട് 5000 പേരെ പോഷിപ്പിക്കുക. വളരെ അനുഗ്രഹമായി പോഷിപ്പിച്ച് അവർ വയറ് നിറഞ്ഞ് എല്ലാവരും പോയിട്ട് പിറ്റേ ദിവസം ഇവരെല്ലാം കർത്താവിനെ അന്വേഷിച്ചു വരികയാണ്. അന്നേരമാണ് സാക്ഷാൽ അപ്പം കർത്താവ് യേശുക്രിസ്തു കൊടുത്തത്. നോക്കിയപ്പോൾ എല്ലാവരും അവനെ വിട്ടുപോയി. അവസാനം നോക്കിയപ്പോൾ 12 പേര് ബാക്കിയുണ്ട്. അവരോട് ചോദിക്കുകയാണ്, ഹല്ലേലൂയ നിങ്ങൾക്കും എന്നെ വിട്ടു പോകുവാൻ മനസ്സില്ലയോ? അവർ പറയാണ്, ഹല്ലേലൂയ സ്തോത്രം, കർത്താവേ നിന്നെ വിട്ട് ഞങ്ങൾ എവിടെ പോകും? നിത്യജീവന്റെ മൊഴികൾ നിന്റെ പക്കലുണ്ട്. ആമേൻ. ഹല്ലേലൂയ. ദൈവമക്കളെ, ഹല്ലേലൂയ നമ്മൾ ഇപ്പോൾ കേൾക്കുന്ന വചനം, നമ്മൾ ഹല്ലേലൂയ ദിവസം തോറും കേൾക്കുന്ന വചനങ്ങൾ കേവലം മാനുഷികമായിട്ടുള്ള വചനമല്ല. കേവലം ഇവിടെ 1 മണിക്കൂർ നിലനിൽക്കുന്ന വചനമല്ല. ഹല്ലേലൂയ ഇത് നിത്യമായിട്ടുള്ള ഹല്ലേലൂയ വചനമാണ്, നിത്യമായിട്ടുള്ള ആഹാരമാണ്. കാരണം നമ്മൾ എന്നുള്ള വ്യക്തി ഹല്ലേലൂയ നമ്മുടെ ആത്മാവാണ്. നമ്മുടെ ജഡം നമ്മൾ ഇവിടെ ഒഴിഞ്ഞു പോകുമെങ്കിലും ഹല്ലേലൂയ നമ്മൾ എന്നുള്ള വ്യക്തി ഹല്ലേലൂയ നമ്മൾ പറന്ന് കർത്താവിന്റെ സന്നിധിയിലേക്ക് പോകുവാനുള്ളവരാണ്. ഹല്ലേലൂയ. അങ്ങനെയുണ്ടെങ്കിൽ ഹല്ലേലൂയ സ്തോത്രം, ഹല്ലേലൂയ നമ്മുടെ അകത്തെ മനുഷ്യനെ ആണ് നമ്മൾ ആഹാരം കൊടുക്കേണ്ടത്. അതിന്റെ അവസാനത്തെ വാക്യങ്ങളിലേക്ക് വരുമ്പോൾ 6:53 ഇങ്ങനെ പറയുന്നു, Jesus said to them, very truly, ആമേൻ ആമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ മനുഷ്യപുത്രന്റെ മാംസം തിന്നാതെയും അവന്റെ രക്തം കുടിക്കാതെയും ഇരുന്നാൽ നിങ്ങൾക്ക് ഉള്ളിൽ ജീവനില്ല. ആമേൻ. ഹല്ലേലൂയ സ്തോത്രം. കർത്താവ് യേശുക്രിസ്തുവിന്റെ മാംസവും രക്തവും കുടിച്ചില്ലെങ്കിൽ, മാംസം കഴിച്ചില്ലെങ്കിൽ, രക്തം കുടിച്ചില്ലെങ്കിൽ നമ്മുടെ അകത്ത് ജീവനില്ലെന്ന്. ആമേൻ. ഹല്ലേലൂയ. മക്കളെ, നമ്മുടെ അകത്ത് ജീവനില്ലെങ്കിൽ നമ്മൾ മരിക്കുമ്പോൾ നമ്മൾ പൊങ്ങത്തില്ല. കാരണം ജീവനില്ലാത്തവരെങ്ങനാ എഴുന്നേൽക്കാൻ പറ്റുന്നത്? ഹല്ലേലൂയ. ഞാൻ പറഞ്ഞതുപോലെ ഹല്ലേലൂയ നമ്മുടെ അകത്തെ മനുഷ്യന് ജീവൻ ഇല്ലെങ്കിൽ ഹല്ലേലൂയ നമ്മുടെ മരണം കൊണ്ട് നമ്മൾ തീരും. ഹല്ലേലൂയ. പക്ഷെ നമ്മുടെ പ്രത്യാശ അതല്ല. ഹല്ലേലൂയ നമ്മുടെ പ്രത്യാശ അകത്തെ മനുഷ്യനെ പറ്റിയാണ്. ഹല്ലേലൂയ അകത്തെ മനുഷ്യന് ജീവൻ ഉണ്ടെങ്കിൽ ഹല്ലേലൂയ നമ്മുടെ പുറമേയുള്ള മനുഷ്യൻ ക്ഷയിക്കേണ്ടതാണെങ്കിലും പൗലോസ് നമ്മുടെ അകമേയുള്ള മനുഷ്യൻ ജീവനുണ്ട്. അത് കർത്താവ് യേശുക്രിസ്തുവിനെ ഭക്ഷിച്ചത് കൊണ്ടാണ്. ആമേൻ. ഹല്ലേലൂയ. ദൈവമക്കളെ, ഓരോ ദിവസവും ഇത് ഭക്ഷിച്ച് ഇത് പാനം ചെയ്ത് ബലം പ്രാപിക്കുവാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ. ആമേൻ. എങ്കിൽ മാത്രമേ നമുക്ക് ഓടുവാൻ കഴിയത്തുള്ളൂ. ഹല്ലേലൂയ സ്തോത്രം. ഓടുവാൻ കഴിയത്തുള്ളൂ. ആമേൻ. ഹല്ലേലൂയ. ഇവിടെ 40 ദിവസവും ഹല്ലേലൂയ 40 പകലും 40 രാത്രിയും ഹല്ലേലൂയ പ്രവാചകൻ ഓടുവാൻ കാരണം കർത്താവ് യേശുക്രിസ്തുവിനെ തന്നെ കഴിച്ചത് കൊണ്ടാണ്. അതിന്റെ 58-ാം വാക്യത്തിൽ വായിക്കാമോ? സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന അപ്പം ഇത് ആകുന്നു. പിതാക്കന്മാർ തിന്നുകയും മരിക്കുകയും ചെയ്തതുപോലെയോ അല്ല, ഈ അപ്പം തിന്നുന്നവൻ എന്നേക്കും ജീവിക്കും. ആമേൻ. ഹല്ലേലൂയ. നമുക്കറിയാം പിതാക്കന്മാര് തിന്ന് ഹല്ലേലൂയ മരിച്ചുപോയി മന്നായുണ്ട്.
അവരുടെ മുമ്പിൽ അത് വ്യക്തമായിട്ടുണ്ട്. പക്ഷെങ്കിൽ ഹല്ലേലൂയ സ്തോത്രം, സാക്ഷാൽ മന്നാകുന്ന യേശു ക്രിസ്തു തന്നെ ഇവരുടെ മുമ്പിൽ വന്ന് പറയാണ്, നിങ്ങൾ എന്നെ ഭക്ഷിക്കണം. ആമേൻ, ഹല്ലേലൂയ. എന്നെ ഭക്ഷിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് നിലനിൽക്കുന്ന ഒരു ജീവൻ കിട്ടത്തുള്ളൂ. നിങ്ങൾ എന്നേക്കും ജീവിക്കത്തുള്ളൂ. ഇല്ലെങ്കിൽ നിങ്ങൾ മരിച്ചു പോകും. നിങ്ങളുടെ പിതാക്കന്മാരെ പോലെ നിങ്ങൾ മരിച്ചു പോകും. ആമേൻ, ഹല്ലേലൂയ. ദൈവമക്കളെ, നമ്മുടെ ശക്തിയും നമ്മുടെ പ്രത്യാശയും ഇത് തന്നെയാണ്. ഹല്ലേലൂയ. കേവലം ഈ ലോകത്തിൽ മാത്രം നമ്മുടെ പ്രത്യാശയായിരുന്നെങ്കിൽ നമുക്കറിയാം, നമുക്ക് ഇങ്ങനൊന്നും ടൈം വേസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മുടെ പ്രത്യാശ എന്ന് പറയുന്നത് നമ്മുടെ അകത്തെ മനുഷ്യനെ പറ്റിയാണ്. നമ്മുടെ പ്രത്യാശ എന്ന് പറയുന്നത് ഹല്ലേലൂയ, നമ്മൾ എന്നും യുഗകാലം കർത്താവ് യേശു ക്രിസ്തുവിനോടുകൂടെ ജീവിക്കുമെന്നുള്ളതാണ്, വാഴുമെന്നുള്ളതാണ്, നമ്മൾ ദൈവ മക്കൾ എന്നുള്ളതാണ്, നമ്മുടെ അകത്ത് ജീവൻ ഉണ്ട് എന്നുള്ളതാണ്. ആമേൻ. അതിന്റെ 63-ാം വാക്യത്തിലേക്ക് വായിക്കാമോ? നിങ്ങൾ ജീവിപ്പിക്കുന്നത് ആത്മാവാകുന്നു, മാംസം ഒന്നിനും ഉപകരിക്കുന്നില്ല. ഞാൻ നിങ്ങളോട് സംസാരിച്ച വചനങ്ങൾ ആത്മാവും ജീവനും ആകുന്നു. ആമേൻ, ഹല്ലേലൂയ, സ്തോത്രം. ദൈവമക്കളെ, ഹല്ലേലൂയ, സ്തോത്രം, ഹല്ലേലൂയ. വചനം നമ്മൾ വായിക്കുവാൻ തുടങ്ങിക്കഴിഞ്ഞാൽ, വചനം നമ്മൾ ഹല്ലേലൂയ സ്തോത്രം, ഹല്ലേലൂയ, അത് ധ്യാനിക്കുവാൻ തുടങ്ങിക്കഴിഞ്ഞാൽ, ഹല്ലേലൂയ സ്തോത്രം, അതിനകത്ത് ദേവദാസന്മാർ പറയുന്നത് പോലെ അടയിരുന്ന് ഹല്ലേലൂയ ഇരുന്ന് കഴിഞ്ഞാൽ അതിനകത്തുനിന്ന് ഒരു ജീവൻ പുറപ്പെടും. ആമേൻ, ഹല്ലേലൂയ. അതാണ് നമ്മളെ നയിക്കുന്നത്, അതാണ് നമ്മളെ നടത്തുന്നത്. ഹല്ലേലൂയ സ്തോത്രം. ഈ നാളുകളിൽ ഹല്ലേലൂയ അതിനുവേണ്ടി നമ്മൾ സമയം കണ്ടെത്തണം, പ്രാർത്ഥിക്കണം, ദൈവവചനം വായിക്കുക മാത്രമല്ല അത് ധ്യാനിക്കണം. ദൈവമേ, എന്താണ് നീ ഇതിൽ കൂടെ എന്നോട് സംസാരിക്കുന്നത്? ആ ചിന്തകൾ മനസ്സിൽ വരുമ്പോഴാണ് ഹല്ലേലൂയ അതിനനുസരിച്ചുള്ള ആക്ഷൻസ് നമുക്ക് എടുക്കുവാൻ സാധിക്കുന്നത്. ദൈവങ്ങളെ, ഹല്ലേലൂയ സ്തോത്രം. ഇവിടെ പ്രവാചകൻ തിന്ന് കുടിച്ചിട്ട് പിന്നെ ഉറങ്ങാൻ സാധിക്കുന്നില്ല. ഹല്ലേലൂയ. ആദ്യം ഹല്ലേലൂയ സ്തോത്രം കേവലം വായിച്ചു വിട്ട് കിടന്നുറങ്ങിയ പ്രവാചകൻ ഹല്ലേലൂയ വായിച്ച് ഹല്ലേലൂയ ധ്യാനിക്കുവാൻ തുടങ്ങിയപ്പോൾ ഹല്ലേലൂയ ആ ശക്തി കൊണ്ട് ഹല്ലേലൂയ എഴുന്നേറ്റ് ഓടുവാൻ തുടങ്ങി. ആമേൻ, ഹല്ലേലൂയ. ഇതൊരു സൂപ്പർ നാച്ചുറൽ പവറാണ്. ഹല്ലേലൂയ. നമുക്കറിയാം, ഇവിടെ സൂപ്പർ നാച്ചുറൽ പവർ ഇല്ലെങ്കിൽ 40 പകലും 40 രാവും ഈ 2 അപ്പം കൊണ്ട് ഓടുവാൻ കഴിയത്തില്ല. ഹല്ലേലൂയ. ദൈവമക്കളെ, പരിശുദ്ധാത്മാവ് ശക്തി ഹല്ലേലൂയ ഈ ഭൂമിയിലേക്ക് അയച്ചപ്പോൾ ഹല്ലേലൂയ അപ്പോസ്തലന്മാര് ശക്തി പ്രാപിച്ച് ഹല്ലേലൂയ ഈ ലോകം മുഴുവൻ സാക്ഷികളായി. ഹല്ലേലൂയ. അത് കേവലം ഹല്ലേലൂയ ഒരു ഭക്ഷണം കൊണ്ട് കിട്ടുന്ന 2 സാധാരണ അപ്പം കൊണ്ട് കിട്ടുന്ന ശക്തിയല്ലായിരുന്നു, അത് പരിശുദ്ധാത്മാവിന്റെ ശക്തിയായിരുന്നു. ഹല്ലേലൂയ. നമുക്കറിയാം, ദൈവദാസന്മാരൊക്കെ ഹല്ലേലൂയ വർഷങ്ങളോളം ഓടുന്നതിന്റെ കാര്യം ഹല്ലേലൂയ ഈ ശക്തി പ്രാപിച്ചത് കൊണ്ടാണ്, ഈ സൂപ്പർ നാച്ചുറൽ പവർ പ്രാപിച്ചത് കൊണ്ടാണ്. ഹല്ലേലൂയ. ഈ നാളുകളിൽ ഹല്ലേലൂയ ദൈവത്തിന്റെ ശക്തി പ്രാപിക്കുവാൻ, അത് കർത്താവ് യേശു ക്രിസ്തുവിനെ ഭക്ഷിച്ചുകൊണ്ട് തന്നെ പ്രാപിപ്പാൻ നമ്മുടെ അകത്തിരിക്കുന്ന പരിശുദ്ധാത്മാവ് കണ്ടിന്യൂസ്ലി നമ്മളോട് സംസാരിക്കുവാൻ ഈ ദിവസങ്ങളിൽ ദൈവം നമ്മളെ ശക്തീകരിക്കട്ടെ. ഹല്ലേലൂയ. പൗലോസ് അപ്പോസ്തലൻ ഹല്ലേലൂയ നമ്മൾ ആദ്യം വായിച്ച വാക്യം പറയുന്നത് പോലെ നമ്മുടെ അകമേയുള്ള മനുഷ്യൻ ശക്തിപ്പെടണം. എങ്ങനെ? ആത്മാവിനാൽ ശക്തിപ്പെടണം. അതെ, ഹല്ലേലൂയ. ഈ ദിവസങ്ങൾ പരിശുദ്ധാത്മാവിന്റെ ആ ശക്തി ഹല്ലേലൂയ വചനത്തിലൂടെ പ്രാപിച്ചെടുത്തുകൊണ്ട് ഹല്ലേലൂയ സ്തോത്രം, ഹല്ലേലൂയ ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്ന ആ പർപ്പസിലേക്ക് ഹല്ലേലൂയ സ്തോത്രം. ദൈവം എവിടെയാണ്? നമ്മുടെ ഹോരേബ്, ദൈവത്തിന്റെ പർവ്വതം. ഹല്ലേലൂയ സ്തോത്രം, ഹല്ലേലൂയ. ദൈവത്തിന്റെ ശബ്ദം എവിടെയാണ് നമ്മൾ കേൾക്കുന്നത്? അത് ഒരുപക്ഷെങ്കിൽ ഹല്ലേലൂയ ക്ലോസറ്റിലായിരിക്കും. ഹല്ലേലൂയ. ഒരുപക്ഷെങ്കിൽ നമ്മൾ ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്തായിരിക്കും. നമ്മുടെ ഹൃദയം എവിടെയാണോ കർത്താവിനോട് പകരുന്നത് അവിടെ ദൈവം നമ്മളോട് സംസാരിച്ചു കൊണ്ടിരിക്കും. അപ്പോൾ തീർച്ചയായിട്ടും ഹല്ലേലൂയ ദൈവം നമ്മളോട് സംസാരിക്കും. ദൈവം നമുക്ക് ആ ശക്തി തരും. ആ ശക്തി കൊണ്ട് ഹല്ലേലൂയ സ്തോത്രം, ഹല്ലേലൂയ നമുക്ക് അനേകം മൈലുകൾ ഓടുവാൻ സാധിക്കും. പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ വരുമ്പോൾ, പ്രയാസങ്ങൾ വരുമ്പോൾ, ഹല്ലേലൂയ പേടിപ്പിക്കുന്ന അനുഭവങ്ങൾ വരുമ്പോൾ, ഹല്ലേലൂയ പലപ്പോഴും സാഹചര്യങ്ങളിൽ നിന്ന് ഒളിഞ്ഞ് ഇരിക്കുവാൻ നമ്മളൊക്കെ ആഗ്രഹിക്കുന്നവരാണ്. ഇല്ല ദൈവമേ, എനിക്കിനി ഈ വിളിയില്ലായിരിക്കും, എന്നെ കൊണ്ടൊന്നും സാധിക്കത്തില്ലായിരിക്കും. ഹല്ലേലൂയ കർത്താവേ, ഹല്ലേലൂയ സ്തോത്രം, ഞാനില്ലെങ്കിലും നല്ലവനല്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് ഹല്ലേലൂയ സ്തോത്രം ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്ന ഈ ഭൂമിയിലേക്ക് അയച്ചിരിക്കുന്ന ആ പർപ്പസിലേക്ക് വരാതെ ഹല്ലേലൂയ എങ്ങനെയെങ്കിലും ഒക്കെ നമ്മൾ ഒഴിവ് കഴിവ് പറയുന്നവരായിരിക്കും. എന്നാൽ ഹല്ലേലൂയ ഈ നാളുകളിൽ ദൈവം എന്തിനാണ് നമ്മളെ വിളിച്ചിരിക്കുന്നത്, ഈ ഭൂമിയിലേക്ക് അയച്ചിരിക്കുന്നത് മനസ്സിലാക്കിക്കൊണ്ട് കർത്താവിൽ നിന്നുള്ള ശക്തി പ്രാപിച്ച് ഓടുവാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ. ഈ വചനങ്ങളാൽ ദൈവം നമ്മളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ. ഈ സമയം അനുവദിച്ച ദൈവദാസന്മാർക്കുള്ള പ്രത്യേക നന്ദി അറിയിക്കുന്നു. ദൈവ വചനത്തിന്റെ ശക്തിയെ പറ്റിയും നമ്മളെ പറ്റിയുള്ള ഒരു പർപ്പസ്
ദൈവത്തിനുണ്ട്. ചില വർഷങ്ങൾക്ക് മുമ്പ് നടന്ന ഒരു സംഭവം പറയാം. എന്നെ കർത്താവ് ഇന്ത്യയിൽ ഒരു നോർത്ത് ഇന്ത്യയിൽ സുവിശേഷ വേദിക്ക് വിളിച്ചപ്പോൾ അവിടെ മീറ്റിംഗ് കടന്നുപോയി. രാത്രി 10:30 ആയപ്പോൾ മീറ്റിംഗ് കഴിഞ്ഞു. ആ പാസ്റ്റർ പറയാണ്, ഒരു വീട്ടിലൊരു മനുഷ്യൻ തളർന്നു കിടപ്പുണ്ട്. ഗ്രേസ് ബൈബിൾ കോളേജിൽ പഠിച്ച് കർത്താവിന്റെ വേലയ്ക്ക് പോകാൻ നിവൃത്തിയില്ലാതെ അതിൽ അധികം പൈസ കൂലിപ്പണി ചെയ്താൽ കിട്ടും. വെളിയിൽ ഉള്ള മനുഷ്യൻ വേല ചെയ്യാതെ കൂലിപ്പണിക്ക് പോയി തളർന്നു 3 വർഷം കിടപ്പ. 3 വർഷം ഒരു മനുഷ്യൻ കിടപ്പുക. ആ സമയത്താണ് 10:30 കണ്ണമ്മാൽ മോറിസിലെ കണ്ണമ്മാൽ സ്ഥലത്ത് സുവിശേഷ വേലയും കഴിഞ്ഞ് ആ ദൈവദാസന്മാർ എന്നെ വിളിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാൻ കൊണ്ടുപോവുകയാണ്. ആ മനുഷ്യന്റെ അടുത്ത് കടന്നു ചെന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങുകയും ഒരു ശക്തി വന്ന് എന്നെ തെള്ളി ആ മനുഷ്യന്റെ മുകളിലിട്ടു. ഞാൻ ആ മനുഷ്യന്റെ മുകളിൽ കിടക്കുകയാണ്. വായിലെടുത്ത് പൊക്കി നെഞ്ചോട് ചേർത്ത് എന്റെ ഹൃദയത്തിൽ നിന്ന് ചൂട് വ്യാപരിക്കാൻ തുടങ്ങി. അപ്പോൾ എനിക്ക് മനസ്സിലായി. ഞാനൊരു ചോദ്യം ചോദിച്ചു, നിന്നെ ദൈവം സൗഖ്യമാക്കിയാൽ നീ എന്ത് ചെയ്യും? പറയുകയാണ്, സുവിശേഷ വേലയെക്കാട്ടിലധികം അന്ന് ഓറിസയിൽ 150 രൂപ ഒരു ദിവസം കിട്ടും. ഞാനത് മനസ്സിലാക്കി കൂലിവേലയ്ക്ക് പോയി. എന്നെ കർത്താവ് സൗഖ്യമാക്കിയാൽ ഞാൻ കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി പോകാം. നിന്നെ ഇപ്പോൾ കർത്താവ് സൗഖ്യമാക്കാൻ പോവുകയാണ് എന്ന് പറഞ്ഞ് ഈ ആളെ കോരിയെടുത്ത് നെഞ്ചോട് ചേർത്ത് പ്രാർത്ഥിച്ച് യേശുവിന്റെ നാമത്തിൽ നടക്കുവാൻ പറഞ്ഞപ്പോൾ ആ വ്യക്തി നടക്കുവാൻ പോയി. നടന്നു കഴിഞ്ഞിട്ട് അതിൽ ഒരു അത്ഭുതം അവിടെ നടക്കുകയാണ്. നാട്ടുകാരിളകിട്ട് പറഞ്ഞു, ഇത്രയും വർഷം കടന്ന വ്യക്തി എഴുന്നേറ്റ് നടക്കുന്നു. ഞാൻ ആ വ്യക്തിയോട് പറഞ്ഞു, നിന്നെ സൗഖ്യമാക്കി ദൈവമെങ്കിൽ ഒരു ചായ ഉണ്ടാക്കി കൊണ്ടുവരാൻ. 3 വർഷത്തിന് ശേഷം മനുഷ്യന്റെ മലയാളി പെന്തക്കോസ്തുകാർക്ക് ഇത് വിശ്വസിക്കാൻ കഴിയുകയില്ല. ആ മനുഷ്യൻ ബോംബെയിൽ കർത്താവിന് വേല ചെയ്യുന്നു. നമ്മെ പറ്റി കർത്താവിനൊരു ഉദ്ദേശമുണ്ട്. മിനിഞ്ഞാന്ന് രാത്രി ദൈവത്തിന്റെ ഒരു ശബ്ദം എന്റെ മുറിയിൽ മുഴങ്ങിക്കേട്ടത് ഇങ്ങനെയാണ്: വചനത്തിലുള്ള ആർത്തി കൊണ്ട് മാത്രമേ മനുഷ്യന് സന്തോഷിക്കുവാൻ കഴിയുള്ളൂ. വചനത്തിലുള്ള ആർത്തി കൊണ്ട് മാത്രമേ മനുഷ്യന് സന്തോഷിക്കുവാൻ കഴിയുള്ളൂ. കർത്താവിന്റെ ദാസനോട് ദൈവവചനം ശുശ്രൂഷിച്ചപ്പോൾ 12-ാം മാസം 31-ാം തീയതി 2021 എന്റെ മുറിയിൽ കേട്ട ഒരു ശബ്ദമോ ഉദ്ധരിച്ചാണ് പാസ്റ്റർ പിന്നെ ദൈവം ദൈവത്താൽ പ്രസംഗിച്ചത്. 2021 ഡിസംബർ 31-ാം തീയതി എന്റെ മുറിയിൽ കേട്ടൊരു വലിയ ശബ്ദം, എഴുന്നേൽക്കുക, എസേക്കിയേൽ 3-ാം അധ്യായം 3-ാം വാക്യം വായിക്കുക. അതിങ്ങനെയാണ്: ഞാൻ നിനക്ക് തരുന്ന ഈ ചുഴൽ നീ വയറ്റിലാക്കി ഉദരം നിറയ്ക്കുക എന്ന് കൽപ്പിച്ചു. അങ്ങനെ ഞാൻ അത് തിന്നു. അത് വായിൽ തേൻ പോലെ മധുരമായിരുന്നു. പിന്നെ അവൻ എന്നോട് കൽപ്പിച്ചത്, മനുഷ്യപുത്ര, നീ ഇസ്രായേൽ ഗ്രഹത്തിന്റെ അടുക്കൽ ചെന്ന് എന്റെ വചനങ്ങളെ അവരോട് പ്രസ്താവിക്കുക. എത്ര നിയമമായി എന്റെ ഈ ബൈബിളിനകത്ത് ഓരോ ദിവസവും എഴുതിയിരിക്കുന്ന വചനങ്ങൾ ഇതിനകത്ത് എഴുതി വെച്ചിട്ടുണ്ട്, ഡേറ്റ് ബൈ ഡേറ്റ്. ഈ വചനമാണ്. ഇന്നലെ രാത്രി ദൈവാത്മാവ് ഒരു കാര്യം സംസാരിച്ചു. ദൈവജനെ കേൾക്കാം. ഒരു പൈപ്പ്, ആ പൈപ്പിനകത്ത് എന്താണ് ചോദിക്കുകയാണ് എന്നോട്. ഞാൻ പറഞ്ഞു, പൈപ്പിനകത്ത് ഒന്നുകിൽ വെള്ളം അല്ലെങ്കിൽ ഓയിൽ കാണും. മുറിക്കാൻ പറഞ്ഞു. പൈപ്പ് മുറിച്ചപ്പോൾ അതിനകത്ത് വെള്ളവുമില്ല എണ്ണയുമില്ല. എന്താ അതിന്റെ അർത്ഥം? അനേകം ഇതുപോലെ വൈക്യമായിരിക്കുകയാണ്, വെള്ളവും എണ്ണയും ഇല്ലാതെ. ഇതിനെ മുറിക്കുവാനാണ് ദൈവാത്മാവ് പറഞ്ഞത്. ഈ പൈപ്പിന് കഴിഞ്ഞ രാത്രി ദൈവം സംസാരിച്ച ഈ പൈപ്പിനെ മുറിച്ചപ്പോൾ അതിനകത്ത് എണ്ണയുമില്ല വെള്ളവുമില്ല. ഹല്ലേലൂയ. ദൈവത്തിന്റെ ആത്മാവ് നമ്മെ കണ്ടുകൊണ്ട് നമ്മോട് എന്ത് പറയും? മകനെ, നീ ദൈവത്തിന്റെ ആത്മാവിനെ നിറഞ്ഞവനാണ്, നിന്നെ ഞാനൊരു വെസലായി ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നൊരു സാക്ഷ്യം ദൈവം നമ്മോട് പറയും. അതോ empty വെസലാണ്? empty. ഹല്ലേലൂയ. ഈ നാളുകളിൽ നാം ചിന്തിക്കണം,
നമ്മിൽ പകർന്നിരിക്കുന്ന ദൈവത്തിന്റെ ആത്മാവ് ഈ അപ്പം നിന്നുകൊണ്ട് 40 ദിവസം ഓടുവാൻ ഈ വചനത്തിന്റെ ആഴത്തിൽ അടുത്ത ലെവലിലേക്ക് കർത്താവിന്റെ ദാസന്റെ വചനത്തിൽ കൂടെ അത് ഇത്രയും നാളും അത്ര ഡീപ്പായിട്ട് ഞാൻ ചിന്തിച്ചിട്ടില്ലായിരുന്നു. താങ്ക് യു. ഈ അപ്പം നിന്നുകൊണ്ട് 40 ദിവസം ഓടുവാൻ ഏതപ്പമാണ്? സാക്ഷാൽ മനുഷ്യപുത്രൻ നമ്മളിൽ ആവസിച്ചു. അവന്റെ ആത്മാവ് കൊണ്ട് ഈ നാളുകളിൽ നമുക്ക് മുന്നോട്ടോടാം. കർത്താവ് ഈ വചനങ്ങൾ വിശുദ്ധിയെ തികച്ചു നാം ഒരുങ്ങിനിൽക്കാം. തീയൽ വരുവതിൻ താമസമേറെയില്ല. വിശുദ്ധിയെ തികച്ചു നാം ഒരുങ്ങിനിൽക്കാം. തീയൽ വരുവതിൻ താമസമേറെയില്ല. തന്റെ വാഗ്ദത്തങ്ങൾ പലതും നിറവേറുന്നേ ഒരുങ്ങിയിടാം. തന്റെ വാഗ്ദത്തങ്ങൾ പലതും നിറവേറുന്നേ ഒരുങ്ങിയിടാം. യുദ്ധങ്ങൾ
മുന്നോട്ട് കടന്നു വന്ന് കേട്ട വചനത്തെ ആസ്പദമാക്കി ഹല്ലേലൂയ. എല്ലാ പ്രിയപ്പെട്ടവരെ കണ്ണുകളെ അടയ്ക്കുക. വളരെ അനുഗ്രഹിക്കപ്പെട്ട സന്ദേശം ഇന്ന് രാത്രിയിലെ കർത്താവ് നമുക്ക് നൽകി. Praise the Lord. മനുഷ്യൻ എന്നുള്ള നിലയിൽ നമ്മൾ ചിലപ്പോൾ നിരാശപ്പെട്ടു പോകുന്ന സന്ദർഭങ്ങൾ ഉണ്ടാകും. Praise the Lord. ചിലപ്പോൾ നിരാശപ്പെടും, കാരണം നമ്മൾ മനുഷ്യരാണ്. എന്നാൽ അതാത് സമയത്ത് നമുക്ക് ആവശ്യമാകുന്ന ദൂത് തന്ന് നീ ഇങ്ങനെ ഇവിടെ കിടക്കേണ്ടവനല്ല. വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു സന്ദേശം. നിനക്കൊരു പർപ്പസ്. ഞങ്ങളെ അതിവാത്സല്യമായി സ്നേഹിക്കുന്ന പിതാവേ, ഞങ്ങളുടെ മഹനീയ സാന്നിധ്യം ഇവിടെ ഉള്ളതിനാൽ നന്ദിയോട് സ്തുതിക്കുന്നു. ആഗ്രഹത്തോടെ താല്പര്യത്തോടെ വന്ന് ജനത്തോട് സംസാരിക്കുവാന് ഞങ്ങളുടെ ദാസന്റെ മക്കൾ അങ്ങ് ദൂത് കൊടുത്തതിനാൽ നന്ദിയോടെ ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു, ഞങ്ങൾ അങ്ങേ വാഴ്ത്തുന്നു. ഞാൻ പറഞ്ഞിട്ടല്ലാതെ ഈ ആണ്ടുകളിൽ മഞ്ഞും മഴയും പെയ്യുകയില്ല എന്ന് പറഞ്ഞു തുടങ്ങിയ ഏലിയാവ് ഒരു വാക്കിന്റെ മുൻപാകെ പതറിപ്പോയി ക്ഷീണിതനായി മതി ഇവിടം കൊണ്ട് നിർത്തുകയാണ് എന്ന് പറഞ്ഞപ്പോൾ നിന്നെ പറ്റിയുള്ള പദ്ധതിയുടെ പകുതിയായിട്ടേ ഉള്ളൂ, ഇനി ബാക്കിയുണ്ട്. ഇത് ശ്രേഷ്ഠമായതാണ്. ഇതുവരെ ചെയ്തതിനേക്കാൾ ശ്രേഷ്ഠമായ നീ ചിന്തിക്കുന്നത് പോലെ ചൂരച്ചെടിയുടെ കീഴിൽ അവസാനിക്കുവാനല്ല ഞാൻ നിന്നെ പറ്റി പ്ലാൻ ചെയ്തിരിക്കുന്നത്. ഏറ്റവും മഹത്തരമാകുന്നത്, ഏറ്റവും ഉന്നതമാകുന്നതാണ് ഞാൻ ക്രമീകരിച്ചിരിക്കുന്നത്. ആകയാൽ നീ എഴുന്നേൽക്കുക, ഭക്ഷിക്കുക എന്ന് പറഞ്ഞതുപോലെ ഞങ്ങൾ നിരാശപ്പെട്ട് ഭാരപ്പെട്ട് പോകുമ്പോഴൊക്കെയോ ജീവൻ നൽകുന്ന ചൈതന്യം നൽകുന്ന വചനം കൊണ്ട് ഞങ്ങളെ ബലപ്പെടുത്തുന്ന അങ്ങയുടെ വിശ്വസ്തതയ്ക്കായി സ്തോത്രം. ഹല്ലേലൂയ. ഞങ്ങളുടെ കരുതനായി സ്തോത്രം. ആ നൽകുന്ന ദൈവത്തിന്റെ വചനത്തിന് ഭൗതികമായി ലഭിക്കുന്ന ഭക്ഷണത്തിന് ശക്തിയല്ല, പിന്നെയോ നീണ്ട 40 രാവും 40 പകലും പോകുവാൻ തക്കവണ്ണമുള്ള ശക്തമാകുന്ന ദൂതാണെന്ന് ഞങ്ങളെ കേൾപ്പിച്ചതിനാൽ സ്തോത്രം. ഇന്ന് ഈ രാവുച്ച കഴിഞ്ഞ സമയത്ത് ഏതെങ്കിലും വിഷയത്തിൽ ഭാരത്തോടിരിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ, ഇനി എനിക്ക് മുൻപോട്ട് പോകുവാൻ കഴിയത്തില്ല എന്ന് ചിന്തിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ, ഇന്നത്തെ നല്ല നിലത്ത് വിളവിനെ പോലെയായി തീരുവാന്, അവർ മുൻപോട്ട് കാര്യങ്ങൾ വെക്കുവാന്, അവർ ബലപ്പെടുവാന്. ഹല്ലേലൂയ. സാത്താനെ നിനക്ക് എന്നെ ഒന്നും ചെയ്യുവാൻ കഴിയത്തില്ല. ഞാൻ യേശുവിന്റെ മകളാണ്, ഞാൻ യേശുവിന്റെ മകനാണ്. ഹല്ലേലൂയ എന്ന് പറഞ്ഞ് മുൻപോട്ട് കാര്യങ്ങൾ വെക്കുവാൻ ഓരോരുത്തരെയും അങ്ങ് സഹായിക്കുവാനാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. വചന സംസാരിച്ച ദാസൻ പിന്നെയോർത്ത് പ്രാർത്ഥിക്കുന്നു. തുടർന്ന് ബലപ്പെടുത്തണമേ, സഹായിക്കണമേ കർത്താവേ. പ്രിയപ്പെട്ടവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു, കുഞ്ഞുങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു, സഹായിച്ചാണ്ട് കർത്താവ് ലീഡ് ചെയ്ത് ചോദിച്ചതിനെ ഓർത്ത് പ്രാർത്ഥിക്കും. ദാസന പ്രവർത്തനങ്ങളെ കർത്താവ് ശക്തമായിട്ട് മാനിക്കുവാനാകണമേ. കഴിഞ്ഞ നാളുകളിൽ ഇന്ത്യയിൽ ഹല്ലേലൂയ അല്പകാര്യങ്ങളുടെ ആരംഭത്തെ തുച്ഛീകരിക്കാതെ അതിനെ ഒരു വിശാലതയിലേക്ക് കൊണ്ടുവന്നുവെങ്കിൽ ഹല്ലേലൂയ ഈ രാജ്യത്തെ ദൈവത്തിന്റെ പ്രവൃത്തി അവർക്ക് ബലപ്പെടുത്തുമാറാകണമെന്ന് പ്രാർത്ഥിക്കുകയാണ്. നല്ല ഗാനങ്ങൾ നൽകിയല്ലോ, പാടിയ അനുഗ്രഹിക്കുമാറാകണമേ. തുടർന്ന് കർത്താവിന്റെ കരങ്ങൾ ശക്തമായിട്ട് ഉപയോഗിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. തലമണിക്കിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും കർത്താവോട് അനുഗ്രഹിച്ചാണ് ഇപ്പോൾ പിരിയുന്നു. ഇവിടെ താമസിക്കുന്നവർക്ക് നാളെ മുതൽ പ്രവൃത്തി ദിവസങ്ങൾ തുടങ്ങുകയാണ്. സുദീർഘമായി യാത്ര ചെയ്യേണ്ടവരുണ്ട്. എല്ലാവരുടെ വാഹനങ്ങളിൽ കൂടിയിരിക്കുമാറാകണമേ. എല്ലാവരുടെ കൈയുടെ ദ്വാരപര അവർക്ക് നൽകുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. കഥാപിരിയുടെ പിരിയാത്ത സ്ഥാനത്ത് കൂടെ ഇരുന്നാണ്ട് പ്രാർത്ഥനയ്ക്ക് സ്തോത്രം. സകലം ഞങ്ങൾക്ക് വേണ്ടി ജന്മചരമനാഥനായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ. നിങ്ങളുടെ സ്വർഗ്ഗപിതാവേ, ഹല്ലേലൂയ. ഇത്ര സഹായിച്ച കർത്താവിനെ ഞങ്ങൾ സ്തോത്രം ചെയ്യുകയാണ്. വന്ന സമയം മുതൽ ഇത്ര അനുഗ്രഹിച്ച കർത്താവിനെ ഞങ്ങൾ സ്തോത്രം ചെയ്യുകയാണ്. കർത്താവെ, സ്വന്തം പല വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിപ്പാൻ സ്വർഗ്ഗം സഹായിച്ചതിനാൽ ഞങ്ങൾ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. പ്രേക്ഷിക്കുക ഐശ്വര്യന് വേണ്ടി പ്രാർത്ഥിക്കാൻ ദൈവോത്തരവാദികളാൽ ഞങ്ങൾ കർത്താവിനെ സ്തോത്രം ചെയ്യുന്നു. ഛത്തീസ്ഗഡിന് വേണ്ടി, ഒറീസയ്ക്ക് വേണ്ടി, മഹാരാഷ്ട്രയ്ക്ക് വേണ്ടി, ഹല്ലേലൂയ, മധ്യപ്രദേശിന് വേണ്ടി, കേരളത്തിലൊക്കെ ഉള്ള പ്രവർത്തകർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ദൈവോത്തരവാദികളാൽ സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇതിനെല്ലാം മറുപടി തന്നിരിക്കുന്നതിനാൽ ഞങ്ങൾ കർത്താവിനെ സ്തോത്രം ചെയ്യേണ്ടത് പാട്ടുകളെ തന്നല്ലോ. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. इटारसी वाले बाबू के लिए हम धन्यवाद देते, बहुत अच्छा गाना प्रेज़ द लॉर्ड. हालेलुया, हालेलुया सुनाया उनके बीवी ने और उन्होंने अच्छा प्रेज़ द लॉर्ड. हालेलुया, हालेलुया गाना मैं मदद किया, इसको धन्यवाद करते. हालेलुया, हालेलुया, हालेलुया. बड़े पूरी के दिल लग रहे जीवन के लिए कारण प्रार्थिकिया सही प्रश्न का स्तोत्र. हालेलुया, പുണ്യസ്വരനായ സ്തോത്രം. ഹല്ലേലൂയ. അച്ചാക്കപ്പസമായ സ്തോത്രം. എല്ലാവർക്കും സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒടുവിലായിട്ട് പ്രിയ
ഇതിൽ കൂടെ നല്ല വചനം നീ കൽപ്പിച്ചതിനാൽ സ്തോത്രം. ഹല്ലേലൂയ. ഇസബേലിന്റെ ശക്തിയിൽ നിന്ന് ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ ജനങ്ങളെ നീ വിടുവിക്കുന്നതിനാൽ സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓടി ചുരച്ചനിലെ വീട് കിടന്നുറങ്ങിയല്ലോ ഇസബേലിനെ പഠിച്ചിട്ട് ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അവള് ഹല്ലേലൂയ കൊടല് പൊട്ടി. ഹല്ലേലൂയ. ആ താഴോട്ട് വീണ് പട്ടി അവിടെ രക്തം കുടിച്ചു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദാനിയേലിയാവ് ഹല്ലേലൂയ, ഹല്ലേലൂയ 2 പ്രാവശ്യം ആഹാരം കഴിച്ച് 40 ആളും 40 പകരം ഓടിയല്ലോ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നിന്റെ വചനം വീക്ഷിപ്പാൻ എല്ലാവരെയും അനുഗ്രഹിക്കണേ പ്രാർത്ഥിക്കുന്നു. നല്ല വചനം സംസാരിച്ചല്ലോ. ലോകത്തിൽ നാനാത്തും ഭാഗത്തു പോയി സംസാരിപ്പാൻ ദൈവമാണ് വന്നത്. സമൃദ്ധിയായിട്ട് നയിച്ചിടുന്നത്. ഇത്ര സഹായിച്ച ദൈവത്തിന് സ്വന്തം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇപ്പൊ സെന്ററിനെ അനുഗ്രഹിക്കണമേ. ഹല്ലേലൂയ. അടുത്ത ആഴ്ച നടക്കുക മീറ്റിംഗുകളെല്ലാം കർത്താവാണ് സമൃദ്ധിയായിട്ട് രാജ്യം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രാർത്ഥന അനുഗ്രഹിക്കാൻ സ്തോത്രം. പുത്രനായ ശിക്കുമാറാകണമേ. ആമേൻ. കർത്താവായ യേശുക്രിസ്തുവിൻ പിതാവായ ദിവസവും പരിശുദ്ധന്മാരും കൂട്ടെ നാം പ്രത്യേക സംസാരിച്ച ദാസന്മാരും കുടുംബത്തിന്മേലുണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ.